3 പ്രശ്നോത്തരി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നോത്തരിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് ശരിക്കും ക്ലാസ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനു മുൻപ് നിങ്ങൾ പിന്നെ ഈ ഫീൽഡിൽ ഉള്ളവരൊക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു. ഒരുവിധം ഉള്ളവരെയൊക്കെ അറിയാം. എങ്കിലും പിന്നെ നമുക്ക് ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ പിന്നെ പരിചയപ്പെടാം. അതിനായിട്ട് പ്രത്യേകിച്ച് ടൈം എടുക്കുന്നില്ല. അതുപോലെ എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ്, 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 22 പേരുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കട്ടാവുമ്പോ രണ്ടാമത് നിങ്ങളൊന്ന് കയറേണ്ടി വരും. അപ്പൊ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ വിഷയം ഈ ചർച്ച നടത്തുന്നതായിരിക്കും. നമ്മുടെ ഈ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും കാണാമല്ലോ അല്ലെ? വൈദ്യുതി എന്നത് ഡാഷ് കണങ്ങളുടെ സഞ്ചാരമാണ്. കാണാമോ? നിങ്ങളൊന്ന് ക്ലിയർ ആണോ നോക്കി. ഇലക്ട്രോണുകളുടെ സഞ്ചാരമാണ്. ഞാൻ ഇതും കൂടെ ഒന്ന് ഓണാക്കി. ഹലോ, അതിലെ ആ ചോദ്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിൽ? അതൊന്നും നമുക്ക് വലുതായിട്ട് സംസാരിക്കേണ്ട വിഷയമൊന്നും അല്ല. നമുക്ക് സംസാരിക്കേണ്ട സേഫ്റ്റി സംബന്ധിച്ച നല്ല പോയിന്റ്സ് കിടപ്പുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സംസാരിക്കാം. ഞാൻ ഇതും കൂടെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. കാരണം ഈ കേസിൽ നിങ്ങൾ ഒരാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അറിയണ്ടേ. അപ്പോൾ വൈദ്യുതി എന്നത് ഡാഷ് കണങ്ങളുടെ പ്രവാഹമാണ്, ഇലക്ട്രോണുകളുടെ. നമ്മളെ സ്കൂളിലൊക്കെ 4ലും 5ലും ഒക്കെ പഠിക്കുന്ന വിഷയമാണ്. വലിയ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ നമ്മൾ ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ എനിക്ക് ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്ന വിഷയമാണ്. അപ്പൊ അത് വിട്ടേക്കുന്ന ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ഫോട്ടോണുകൾ, ന്യൂട്രോണുകൾ. ഈ ന്യൂട്രോൺ എന്ന് എഴുതിയവർ വരെയുണ്ട്, ന്യൂട്രോൺ എന്ന് എഴുതിയവരുമുണ്ട്. അടുത്തത്, കറണ്ട് ആണോ വോൾട്ടേജ് ആണോ വൈദ്യുതാഘാതത്തിന് മൂലകാരണം? അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്റെ ശബ്ദം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. അപ്പൊ നിങ്ങളുടെ ആ ഓഡിയോ ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യാണ് എല്ലാവരുടെയും കേട്ടോ. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ഓണാക്കിയിട്ട് സംസാരിക്കുള്ളൂ, കുഴപ്പമില്ല. കൺട്രോൾഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കറണ്ട് ആണോ വോൾട്ടേജ് ആണോ ഈ ഷോക്ക് അടിക്കാൻ കാരണം എന്നാണ് നമ്മൾ ചോദിച്ച ചോദ്യം. അതിന് ഉത്തരം കറണ്ടാണ്. അപ്പൊ അത് ഒരു എന്താണ് നമ്മൾ പറയുന്നത്, കുസൃതി ചോദ്യമോ അല്ലെങ്കിൽ കുരുക്കു ചോദ്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? കുസൃതി ചോദ്യം എന്നല്ല. കുസൃതി ചോദ്യം പറയുന്നത് സത്യമാകണമെന്നില്ലല്ലോ. അപ്പൊ ഇത് കറണ്ട് ആണോ വോൾട്ടേജ് ആണോ വൈദ്യുതാഘാതത്തിന് മൂല കാരണം? ഈ കറണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഉടനെ പറയണേ കേട്ടോ. കറണ്ട് എന്നതിനെ നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും അല്ല നമ്മൾ പഠിക്കുമ്പോഴും എല്ലാം വെള്ളവുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത്. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതിൻ്റെ അകത്ത് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒഴുകിഞ്ഞു വരും. അപ്പോഴാണ് ആ ശക്തി ഉണ്ടാകുന്നത്, ഫോഴ്സ് ഉണ്ടാകുന്നത്. ആ മുകളിൽ കെട്ടി നിന്ന സമയത്ത് അതിന് വേറൊരു ശക്തിയാണ്. അതിനെ നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയും. അതായത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പൊട്ടൻഷ്യൽ എനർജി, അതിങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് നമ്മൾ പറയും. അപ്പൊ അതിനെ അങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതിനൊരു ഊർജമുണ്ട്, അതിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അതേപോലെയാണ് നമ്മളിപ്പോ നമ്മുടെ ഈ ലൈനിലൊക്കെ ഒരു ലൈനില് ഒരു കിളി വന്നിരുന്ന അതിന് ഷോക്ക് അടിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? അവിടെ വോൾട്ടേജ് ഉണ്ട്, പക്ഷേ കറണ്ട് ഇല്ല. ആ സ്ഥാനത്ത് അതിന്റെ ചിറകുകളൊന്ന് അനങ്ങുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ 2 വോൾട്ടേജ്, അതിന്റെ ശരീരത്തിൽ 2 വോൾട്ടേജ് തട്ടുകയും അതിന്റെ ശരീരത്തിലൂടെ കറണ്ട് പോവുകയും ആ കറണ്ട് പോകുന്നത് വഴി ഷോക്ക് അടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരിക്കലും വോൾട്ടേജ് അല്ല. വോൾട്ടേജ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം വരും. വോൾട്ടേജ് കൊണ്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചത് കറണ്ട് ആണോ വോൾട്ടേജ് ആണോ വൈദ്യുതാഘാതത്തിന് മൂലകാരണം, അടിസ്ഥാന കാരണം എന്താണ്? എപ്പോഴും കറണ്ട് തന്നെയാണ്. പക്ഷെ വോൾട്ടേജ് ഇല്ലാതെ കറണ്ട് ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഷോക്ക് അടിക്കുമ്പോൾ ആ കറണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെ ഒരു 30 മില്ലി ആമ്പിയർ കറണ്ട് പോയ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായി, ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കറണ്ട് തന്നെയാണ്. വോൾട്ടേജ് ഉള്ളത് കൊണ്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്, അത് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഈ ഷോക്ക് അടിക്കാൻ കാരണം കറണ്ടാണ്. വോൾട്ടേജ് മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും അതിൻ്റെ അകത്തില്ല. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം.
ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹലോ സാർ. ഹലോ. സാറേ ഇപ്പൊ നമ്മള് ലോ വോൾട്ടേജ്. ഹലോ. ആരാ സംസാരിച്ചത്? ഇപ്പൊ ഒരാള് കിളികൾ ഇരിക്കണം. കട്ടായി പോന്നു. സംസാരിച്ച ആളിന്റെ ശബ്ദം കട്ടായി പോന്നു. ആര് സംസാരിക്കുന്നുണ്ടോ? ഹലോ. അല്ലെങ്കിൽ വേറെ ആള് സംസാരിക്കും. ഹലോ. ഉണ്ടാകാൻ സാധ്യതയല്ലോ. വോൾട്ടേജ് കുറഞ്ഞത്, വോൾട്ടേജ് കുറഞ്ഞാലേ, വോൾട്ടേജ് കറണ്ട് എന്ന് പറഞ്ഞപ്പോ കറണ്ടാണ് ഷോക്ക് അടിപ്പിക്കുന്ന പറഞ്ഞു. അപ്പൊ വോൾട്ടേജ് കുറഞ്ഞാലേ അപ്പൊ ഷോക്ക് ഉണ്ടാവാൻ സാധ്യത കുറവല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മുടെ വെൽഡിംഗ് സെറ്റ് ഇല്ലേ, വെൽഡിംഗ് സെറ്റിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതിന് തുടരുന്നുണ്ട്. അപ്പൊ അടിക്കില്ല. അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞു. വെൽഡിംഗ് സെറ്റിൽ നിന്ന്, വെൽഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ 90 വോൾട്ടാ. 90 വോൾട്ടിൽ നിന്ന് സാധാരണ ഷോക്ക് അടിക്കത്തില്ല, നമ്മൾ തൊട്ടാൽ ഷോക്ക് അടിക്കത്തില്ല. പക്ഷേ വെൽഡിംഗ് സെറ്റിൽ നിന്ന് ഷോക്ക് അടിച്ച ആള് മരിക്കുന്നില്ലേ? ശരിയല്ലേ? അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആ 90 വോൾട്ടേജ് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. കാരണം ആ 90 വോൾട്ടേജ് വരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന കറണ്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന ലിമിറ്റിനകത്തേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഷോക്ക് അടിക്കാത്തത്. പക്ഷേ അത് എപ്പോഴാ പിന്നെ ഷോക്ക് അടിക്കുന്നത്? എപ്പോഴാ? ആള് മരിക്കുന്നുണ്ടല്ലോ. അത് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ അടുത്ത് തന്നെ, ഞാൻ ആദ്യം ഒരു സേഫ്റ്റി ക്ലാസ് എടുത്തപ്പോ എന്റെ അടുത്ത് ഒരു ചോദ്യം വന്നതാ. അതായത് നമ്മള് ഈ വെൽഡ് ചെയ്യണമെങ്കിൽ ഒരു കറണ്ട് വേണ്ട. വെൽഡ് ചെയ്യണമെങ്കിൽ ഒരു കറണ്ട് വേണം. ആ റോഡ് അതിനകത്ത് കുത്തുമ്പോൾ ഒരു ഹൈ കറണ്ട് അതിനകത്തൂടെ പോകുന്നുണ്ട്. ആ ജോബിന്റെ അകത്തൂടെ, ജോബും റോഡും വഴി ഒരു കറണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ 2 ഭാഗം അതിൻ്റെ അകത്ത് ടച്ച് ചെയ്തിരുന്നാൽ ആ കറണ്ട് നമ്മുടെ ശരീരത്തൂടെ പോകും. ശരിയല്ലേ? ആ കറണ്ട്, ആ പർട്ടിക്കുലർ കറണ്ട് ഇത് കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കറണ്ടാണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കറണ്ടാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് വെൽഡിംഗ് സെറ്റിൽ നിന്ന് ഷോക്ക് അടിക്കുന്നത്. അപ്പൊ ചെറിയ വോൾട്ടേജിൽ ഒരിക്കലും ഷോക്ക് അടിക്കത്തില്ല. പക്ഷെ ഷോക്ക് അടിക്കുന്ന സിറ്റുവേഷൻ വെൽഡിംഗ് സെറ്റിൽ വരുന്നുണ്ട്. ഷോക്ക് അടിച്ച ആള് മരിക്കുന്നുണ്ട്. 30 മില്ലി ആമ്പിന്റെ പുറത്ത് കറണ്ട് പോകുമ്പോൾ ആള് മരിക്കുകയും ചെയ്യുന്നുണ്ട്. വെൽഡിംഗ് സെറ്റിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും സെക്കൻഡറി സൈഡിലാണെന്ന് ഓർമ്മ വേണം. ഞങ്ങള് ഒരു എൻക്വയറിക്ക് പോയപ്പോഴേ അവിടെ പ്രൈമറി സൈഡിൽ ELCP വെച്ചിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷെ അവന് ഷോക്ക് അടിച്ചത് എവിടുന്ന? സെക്കൻഡറി സൈഡിൽ നിന്നാണ്. കാരണം ആ സർക്യൂട്ടിന്റെ പാത്തിൽ അവന്റെ ശരീരം വന്നു, ബോഡി വന്ന വഴിയാണ് ഷോക്ക് അടിച്ചത്. അവിടെ ELCP ട്രിപ്പായിട്ടില്ല, ഒന്നും പറ്റില്ല. ഇനി വെൽഡിംഗ് സെറ്റിനെ പറ്റി വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പുതിയ ഇലക്ട്രോണിക് മെഷീൻ ഒക്കെ വരുമ്പോൾ അത് വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഇലക്ട്രിക്കൽ മെഷീൻ നമ്മുടെ ഷിപ്പ്യാർഡിലൊക്കെ ആണെങ്കിൽ അവരുടെ ഇതിനൊരു വെൽഡിംഗ് സെറ്റിന് ഒരു പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ഉണ്ടല്ലോ. പ്രൈമറി സൈഡിൽ ഒരു ഡിവൈസ് അവർ വെച്ചിരിക്കും. അതായത് ആ ഡിവൈസ്, അതിന് ട്രയാക്ക് എന്നാ പറയുന്നത്. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് സേഫ് വെൽഡ് എന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, കേരളത്തിൽ അവൈലബിൾ ആണ്. സേഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി സൈഡില് ആ ജോബ് അതിൽ തട്ടുമ്പോൾ കറക്റ്റായിട്ട് ഒരു റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റൻസ് സെൻസ് ചെയ്യും. ഏതാ? പ്രൈമറിയിൽ ഇരിക്കുന്ന ട്രയാക്ക്. ആ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ഇരിക്കുന്ന ട്രയാക്ക് അത് സെൻസ് ചെയ്ത്, അതായത് ഈ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് സെൻസ് ചെയ്തിട്ട് മാത്രമേ അവിടുന്ന് ട്രയാക്ക് പ്രൈമറിയിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങനെയുള്ള ഡിവൈസ് ഉണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ ഷിപ്പ്യാർഡിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അത് ഉപയോഗിക്കുന്നു. അപ്പൊ അത് ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാറ് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? സാർ പറഞ്ഞു 30 മില്ലി ആംപിയർ ആണല്ലോ നമുക്ക് ഒരാൾക്ക് ശരീരത്തിൽ ഏൽക്കുന്ന മിനിമം കറണ്ട് എന്ന് പറയുന്നത്. സാറേ ഇടയ്ക്ക് സംസാരിക്കുന്ന ആരാണ് സാർ? ഓക്കെ സാറേ. ഇപ്പൊ 30 മില്ലി ആംപിയർ ആണല്ലോ നമുക്ക് ഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഏറ്റവും മിനിമം കറണ്ട് എന്ന് പറയുന്നത്. അതെ, അങ്ങനെയല്ല അതിന് അല്ലല്ല അത് കേക്ക്.
അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ശരീരത്തിന് റെസിസ്റ്റൻസ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മുടെ നിയമപരമായിട്ട് നമ്മുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് 30 മില്ലി ആംപിയർ ഉള്ള ഒരു ELCV വെക്കണമെന്ന് നമുക്ക് നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ ആണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന സാധാരണ രീതിയിൽ സാധാരണ നിലയിൽ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് 30 മില്ലി ആംപിയർ. പക്ഷേ 10 മില്ലി ആംപിയർ വന്നാലും ആള് മരിക്കും, കൂടുതൽ നേരം കറണ്ട് പോയാൽ മതി. മനസ്സിലായോ? സാധാരണ നിലയിൽ പറഞ്ഞോളൂ. ഓക്കെ, ബാക്കി ഞാൻ ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 30 മില്ലി ആംപിയർ നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് വേണ്ടേ, മിനിമം വോൾട്ടേജ്? അത് നിങ്ങളുടെ ആ കൺസെപ്റ്റ് തെറ്റാണ്. അതായത് വോൾട്ടേജ് എന്ന ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. അതെ. ആ വോൾട്ടേജ് നിങ്ങൾ ഓംസിലെ പഠിച്ചിട്ടില്ല, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. അതെ, മനസ്സിലായോ? നിങ്ങളുടെ ഒരു സോഴ്സിൽ ഒരു വോൾട്ടേജ് ഇരിപ്പുണ്ട്. ആ വോൾട്ടേജ് വഴി സർക്യൂട്ട് ക്ലോസ് ആയതിന്റെ പേരിലാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് വരുന്നത്. ആ കറണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കുന്നത്. ആ കറണ്ടാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ പറഞ്ഞു വന്ന എന്താണ്, വോൾട്ടേജ് ആണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണോ? അല്ല ഇപ്പം ആ വോൾട്ടേജ് ഉണ്ട്. അതല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ KSEB സപ്ലൈ എടുത്തുള്ളൂ. KSEB 230 വോൾട്ട് വന്നിട്ട് നിങ്ങൾ ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ കുട്ടി വന്ന് ഫ്രിഡ്ജ് തൊടുന്നു, ഫ്രിഡ്ജിന്റെ ബോഡി തൊടുന്നു. കുട്ടിയുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നു. അത് ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി റിട്ടേൺ വന്ന് നമ്മളെ വർക്ക് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. സാറ് പറഞ്ഞത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 230 വോൾട്ടേജ് ആ സോഴ്സിൽ ഇല്ല എന്ന് വിചാരിക്കാം സാറേ. 230 വോൾട്ടേജ് ഇല്ല. അപ്പം ഒരു മിനിമം വോൾട്ടേജ് എത്രയായിരിക്കും നമുക്ക്? എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വോൾട്ടേജിന്റെ ലിമിറ്റ് എത്ര ആയിരിക്കും? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെൽഡിംഗ് സെറ്റിൽ 90 വോൾട്ട് ഷോക്ക് അടിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ ആ വോൾട്ടേജ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡന്റ് ആണ്. നിങ്ങളുടെ ശരീരത്തില് 30 മില്ലി ആംപിയർ പോകുന്ന തരത്തിലുള്ള വോൾട്ടേജും കറണ്ടും വേണം. വോൾട്ടേജും റെസിസ്റ്റൻസും. ആ 30 മില്ലി ആംപിയർ പോയി കഴിഞ്ഞാൽ ആള് മരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. ഫസ്റ്റത്തെ ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അന്നും സാറുമാരോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ ക്ലിയർ ചെയ്യാത്ത മനസ്സിലാവാത്ത ഒരു കൺസെപ്റ്റ് ആണത്. ഇപ്പം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, പക്ഷെ കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അത് ആ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അതിന്റെ റീസൺ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു ഡയറക്ഷനിൽ, അതിന് നമ്മളെ കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് ഫ്ലോ, ഇലക്ട്രോണുകൾ സഞ്ചാരത്തിനെ കറണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ പറയുമ്പം ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് കറണ്ട് പോകാം. അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായി? കറണ്ടിന്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് കറണ്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ നമ്മൾ പറഞ്ഞത് തിരിഞ്ഞു വന്നത്. നിങ്ങളുടെ പേരെന്താ? ഒപ്പൊന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ആഷിഖ് പറഞ്ഞത് സംഭവം വളരെ കറക്റ്റ് ആണ്. തിരിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നതേ, അവിടെ നമ്മളെ ഈ കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഹോൾസിന്റെ മൂവ്മെന്റ് എന്നല്ലേ നമുക്ക് ശരിക്കും പറയേണ്ടത്? ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹോൾസ് എന്ന് പറഞ്ഞ മീനിങ് എന്തുവാ? ഒരു പോസിറ്റീവ് അല്ലല്ല, ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ അങ്ങനെ എന്തോ അല്ലേ ഹോൾ എന്ന് പറയുന്നത്? അല്ല, ഹോൾസിന് ചാർജ് പോസിറ്റീവ് ആണല്ലോ. പക്ഷെ ഈ പറഞ്ഞതേ അവിനാശേ, അല്ല ആഷിഖ് ഈ പറഞ്ഞത് എനിക്കോ നിങ്ങൾക്കോ തിരുത്താൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആണ്. അതൊന്നും നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് കറന്റ്. തിരുത്തിയേ പറ്റൂ. അത് നിങ്ങളുടെ കാലമൊക്കെ വരുമ്പോ നിങ്ങൾ ഒരു റിസർച്ച് നടത്തിയ ഒരു PhD ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുക ഇങ്ങനെ പറ്റും. പറഞ്ഞോളൂ. എനിക്കൊരു സംശയം. നമ്മുടെ ബോഡിയിൽ കൂടെ ഇപ്പോ ഒരു ലെവൽ കെവി ലൈനിൽ ഒരു കിളി വന്നിരിക്കുന്നുണ്ട് അല്ലേ? അതിന് ഷോക്ക് കിട്ടുന്നില്ല. ഷോക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ കൂടെ
കറണ്ട് പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോഴേ ഷോക്ക് കിട്ടുള്ളൂ. അതെ അതെ. അപ്പൊ നമ്മൾ 230 ലൈനിൽ പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാള് ഇൻസുലേറ്റഡ് മെറ്റീരിയലിൽ നിൽക്കുകയാണെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പൊ എങ്ങനെ ഷോക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ വെൽഡിംഗ് ഷോക്ക് അടിക്കത്തില്ല. ഇത് കേക്കേ, അതിന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. KSEBയുടെ ഹോട്ട് ലൈൻ മെയിൻ്റെനൻസ് അൽഫോൺസ് കേട്ടിട്ടുണ്ടോ? ഹോട്ട് ലൈൻ മെയിൻ്റെനൻസ് ഇക്കോ പൊട്ടൻഷ്യൽ ബോണ്ടിങ് കേട്ടിട്ടുണ്ടോ? ഇക്കോ പൊട്ടൻഷ്യൽ ബോണ്ടിങ്, അതായത് നമുക്ക് ഈ കൺസ്യൂമേഴ്സിന്റെ ബുദ്ധിമുട്ട് വരാത്ത തരത്തില് അവര് സപ്ലൈ ഓഫ് ചെയ്യാതെ EHT ലൈനിൽ കയറി വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഹോട്ട് ലൈൻ മെയിൻ്റെനൻസ് എന്ന് പറയും. അത് അവരുടെ KSEBയുടെ ഒരു വീഡിയോ, ഹോട്ട് ലൈൻ മെയിൻ്റെനൻസ് എന്ന് പറയും. അത് KSEBയുടെ ഒരു വീഡിയോ ഒക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ, ആ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഷോക്ക് അടിക്കത്തില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്? നമ്മളെ നിൽക്കുന്നത് ഭൂമിയില, ഭൂമി ന്യൂട്രലോട്ട് കണക്ട് ചെയ്തിരിക്കുക, സീറോ പൊട്ടൻഷ്യലാ. നിങ്ങൾ ഒരു 80 വോൾട്ടേജ് 90 വോൾട്ടേജ് എത്ര വോൾട്ടേജ് വന്നാലും നിങ്ങളുടെ തറയിൽ നിങ്ങൾ ചവിട്ടിയിരിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തറയുമായിട്ട് കോണ്ടാക്ട് ഉള്ള കാലത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കണ്ടുപോകും. ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഒന്ന് ഹോട്ട് ലൈൻ മെയിൻ്റെനൻസ്, ഇക്കോ പൊട്ടൻഷ്യൽ ബോണ്ടിങ്. ഇക്കോ പൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ KSEBക്കാര് എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും കൊണ്ടുവന്നിട്ട് അവർ ക്ലാമ്പ് ചെയ്ത് എർത്ത് ചെയ്യുന്നുണ്ട്. എർത്ത് ചെയ്ത് അത് മൊത്തം സീറോ പൊട്ടൻഷ്യൽ ആക്കി വെക്കും. അതിനാണ് ഇക്കോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന് പകരം നിങ്ങൾക്ക് 400 വോൾട്ടിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സർക്യൂട്ട് ഇപ്പൊ വെൽഡിംഗ് സെറ്റിൽ ഷോക്ക് കിട്ടുന്ന സാർ പറഞ്ഞായിരുന്നു. ആ വെൽഡിംഗ് സെറ്റുമ്പോൾ ഇപ്പൊ നമ്മൾ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മള് സേഫ്റ്റി ഗ്ലൗസ് കിട്ടുന്നുണ്ട്, മറ്റേ അല്ലെങ്കിൽ നമ്മൾ ഇൻസുലേറ്റഡ് ഷൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഷോക്ക് കിട്ടില്ല. ഇല്ല. പിന്നെ എങ്ങനെയാ ആൾക്കാർ മരിക്കുന്നത്? എങ്ങനെയാണ്? അതും കൂടെ അൽഫോൺസ് എന്ന് പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും കാരണവശാൽ സർക്യൂട്ട് അയാളുടെ ബോഡി എവിടെയെങ്കിലും മെറ്റാലിക് പാർട്സിലോ എർത്ത് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതിന്റെ പ്രൈമറി സൈഡിലെ കറക്റ്റ് ആയിട്ട് ട്രിപ്പ് ആകുന്ന ELCB വരെയുള്ള കേസിൽ ആള് മരിച്ചിട്ടുണ്ട്. പ്രൈമറി സർക്യൂട്ടിൽ ELCB കറക്റ്റ് ആയിട്ട് ട്രിപ്പ് ആവുന്ന സ്ഥലത്ത്, ഇവിടെ പാലാരിവട്ടത്ത് നടന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ആള് മരിച്ചു. ആ മരിച്ച ഇതെല്ലാം കൂടെ ഞങ്ങൾ സ്റ്റഡി ചെയ്തപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പറഞ്ഞാല് ആ സെക്കൻഡറി കറണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ കറണ്ടാണ്. അതായത് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ട് ഹൈ കറണ്ടാണ്. ആ കറണ്ട് അവന്റെ ബോഡിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലാതെ പിന്നെ എങ്ങനെയാ മരിക്കുന്നത്? അതായത് ബോഡി ഒരു ഗേറ്റിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗേറ്റിന്റെ മുകളിൽ കയറി വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവന്റെ ബോഡി ആ സർക്യൂട്ടിന്റെ പാത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് പോയാൽ ആ ഹൈ കറണ്ട് അവന്റെ ശരീരത്തോട്ട് കടന്നു പോകത്തില്ലേ? ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എല്ലാം വെള്ളമാ, ലവണജലമാണ്. നമ്മുടെ ശരീരത്തിലെല്ലാം വെള്ളമായിരിക്കുന്നു, കണ്ടക്റ്റീവ് ആണ്. നമ്മുടെ ബോഡിയിൽ കൂടി ഇപ്പൊ ഒരു ബോഡിയിൽ കൂടി ഇപ്പൊ നമ്മളിപ്പോ ഒരു 230 ലൈനിൽ പിടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് വെച്ചാൽ നമ്മുടെ മേത്ത് ടെസ്റ്റ് വെച്ചാൽ കത്തും. പക്ഷേ നമ്മൾ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ നിന്നുകൊണ്ട് 230 ലൈനിൽ പിടിച്ചാൽ ഷോക്ക് അടിക്കില്ല. സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻസുലേറ്റഡ് ഷൂസിൽ നിൽക്കുകയാണെങ്കിൽ ഇൻസുലേറ്റഡ് ഷൂസ് മാറ്റി നമ്മൾ ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്താൽ നമ്മുടെ ബോഡി വിൽ ആക്ട് കണ്ടക്ടർ, നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് കിട്ടും. ഷോക്ക് അടിക്കും. അല്ല, അൽഫോൺസ് പറഞ്ഞു വരുന്നത് എന്തോ എനിക്ക് മനസ്സിലായാലും എന്തോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ അടുത്ത് എന്താ പറയാൻ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വെൽഡിംഗ് സെറ്റുമെന്ന് ഷോക്ക് കിട്ടിയ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കാൻ കാര്യം ഉണ്ടായത്. അല്ല, വെൽഡിംഗ് സെറ്റിൽ നിന്ന് രണ്ട് തരത്തിൽ സാധാരണ സാധ്യതയുണ്ട്. പ്രൈമറി സർക്യൂട്ടിൽ നിന്നായിരിക്കും പല അപകടങ്ങളും നടക്കുന്നത്, സെക്കൻഡറി നിന്നായിരിക്കത്തില്ല. പക്ഷെ പ്രൈമറി സർക്യൂട്ട് ഫുൾ സേഫ് ആണെങ്കിലും ആള് മരിക്കുന്ന കേസുകളുണ്ട്. അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ സെക്കൻഡറി സൈഡിലെ കറണ്ട് അവന്റെ ബോഡിയിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടെ? അൽഫോൺസ് ഒന്ന് ആലോചിച്ച് ഉണ്ടായിക്കൂടെ? അവനൊരു ഗേറ്റിന്റെ മുകളിൽ വോൾട്ടേജിനല്ല അവിടെ പ്രാധാന്യം, കറണ്ടിനാണ്. അവന്റെ സർക്യൂട്ട് ക്ലോസ് ആയോ എന്ന് നോക്കുക, മനസ്സിലായോ? ആ ഹൃദയത്തിലൂടെ വോൾട്ടേജ് കുറഞ്ഞ കേസായാൽ പോലും കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണത്. കറണ്ടിനാണ് അവിടെ പ്രാധാന്യം. 30 മില്ലി ആംപിയർ കറണ്ട്, ആ കറണ്ടിനാണ് അവിടെ പ്രാധാന്യം. ഓക്കെ. ഹലോ പറഞ്ഞോ. നമ്മളിപ്പോ
ഹലോ, കറണ്ടാണ് വ്യവസ്ഥ തന്നെയാണ് ഷോക്ക് അടിക്കാൻ ഉതകുന്നത്. എന്നാലും എനിക്ക് സംശയമാണ് സാർ, നമ്മളിപ്പോൾ ഡി സി എടുക്കുമ്പോൾ 12 വോൾട്ട് 150 ആംപിയർ ആയിരുന്നാലും 20 ആംപിയർ ആയിരുന്നാലും നമ്മൾ രണ്ട് ടെർമിനൽ ടച്ച് ചെയ്താൽ നമ്മൾ കണ്ടടിക്കുന്നത്. അപ്പൊ ആ കറണ്ട് അവിടെ പിന്നെ കറണ്ട് എങ്ങനെയാണ് സാർ നമ്മൾ ഷോക്ക് അടിക്കാതെ ആവുന്നത്? വോൾട്ടേജ് ബാധകമല്ല എന്നാണ് ചോദ്യം. വോൾട്ടേജ് ബാധകമാണ്. ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് കാരണം കറണ്ടാണെന്ന് പറഞ്ഞതാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേവ് കൊണ്ട് ഒരു പമ്പ് പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ അകത്തോട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. വോൾട്ടേജ് സഞ്ചരിക്കുന്നില്ലല്ലോ, വോൾട്ടേജ് സഞ്ചരിക്കുന്നില്ല, കറണ്ട് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സാധനമാണ് ഹൃദയത്തിലോട്ട് പോകുന്നത്. അപ്പൊ ആ വേവ് ഈ വേവ് കൂടെ കയറുമ്പോൾ ഇതങ്ങ് വലുതായി അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകുക. അതിനാണ് നമ്മൾ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്, ഇല്ലേ? അതാണ് സംഭവം. കറണ്ടാണ് കാരണം. വോൾട്ടേജ് മാത്രം കൊണ്ടാകുന്നില്ല, വോൾട്ടേജ് ഇല്ലാതെ കറണ്ട് ഉണ്ടാകത്തില്ല. അതൊക്കെ കറക്റ്റാണ്. അപ്പൊ ഷോക്ക് അടിക്കാൻ കാരണം കറക്റ്റ് കാരണം കറണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തില് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് എന്റെ ഓർമ്മയിൽ ഞാൻ ആ ചോദ്യം മോഡിഫൈ ചെയ്തെന്നുള്ളത്, അതായത് ഒരേ വോൾട്ടേജിലുള്ള AC കറണ്ടാണോ DC കറണ്ടാണോ കൂടുതൽ അപകടകാരി? ശരിക്കും ഇതിൻ്റെ അകത്ത് നമ്മള് DC കറണ്ട് ആണെന്നാണ് അതില് എഴുതിയിരുന്നത്. പക്ഷേ ഒരു മിനിറ്റ്, DC കറണ്ട് ആണെന്നാണ് എഴുതിയിരുന്നത്. പക്ഷേ AC കറണ്ട്, അതായത് ഇത് രണ്ടും, ഈ ഒരു സംഭവം, ഈ ഒരു വിഷയം എന്ന് പറഞ്ഞത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈവൻ ഇപ്പോഴും കൺക്ലൂഡ് ചെയ്യാത്ത ഒരുപാട്, നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കഷൻ കിട്ടും ഇതിനകത്ത്. അതായത് ഒരുപാട് ഡിപ്പെൻഡന്റ് ആണ്. AC കറണ്ട് എന്ന് പറയുന്ന സാധനം, അതിന് കപ്പാസിറ്റൻസ് ഉണ്ട്, പിന്നെ അപ്പോൾ അത് ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പൊ DC കറണ്ട് എന്ന് പറഞ്ഞാൽ, സാധാരണ DC കറണ്ട് എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്യത്തില്ല, ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ആ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സാധനത്തിൽ, അതായത് DC കറണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് സ്ട്രക്ക് ആവും. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ AC കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. വേരി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അല്പം റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടും എന്നൊരു വിശ്വാസം അതിൻ്റെ അകത്തുണ്ട്. അത് ഒരു എക്സ്പ്ലനേഷൻ ആണ്. പക്ഷെ അത് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കപ്പാസിറ്റൻസ്, ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, AC കറണ്ടിൽ വരുന്നുണ്ട്. ഒരു നമുക്ക് ആ ചോദ്യം തന്നെ തെറ്റാം. അതായത് ഒരേ വോൾട്ടേജില് AC വരുന്ന സാഹചര്യവുമുണ്ട്, DC വരുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ശരിക്കും ഞാൻ ഇടയ്ക്ക് ആ ചോദ്യം ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഇട്ടായിരുന്നു. കാരണം 1-2 പേര് എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു, സാറേ അത് രണ്ടും ആൻസർ വരാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതായത് AC കറണ്ടാണോ DC കറണ്ടാണോ ഷോക്ക് അടിക്കാൻ, ഒരേ വോൾട്ടേജിലുള്ള ഷോക്ക് അടിക്കാൻ കാരണം ഇന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കൂടുതൽ സാധ്യത AC കറണ്ടാണ്, DC കറണ്ട് അല്ല. മനസ്സിലായി? ഹലോ, ആർക്കൊന്നുമില്ലെന്ന് തോന്നുന്നില്ല. അത് കൺഫ്യൂഷൻ. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പം സാറ് പറഞ്ഞു, ഇപ്പൊ സാധാരണ ഇതുവരെ നമ്മൾ കേട്ടിരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് AC കറണ്ടിന് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പോസിറ്റീവും സെൻട്രൽ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് റിലാക്സേഷൻ കിട്ടും, അതുകൊണ്ട് AC അത്ര അങ്ങനെ. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് സാധാരണ കോമൺ പീപ്പിളിനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ AC-യിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റിന് ഒരു റിലാക്സേഷൻ കിട്ടണ്ടേ? കേൾക്കുന്നുണ്ടോ സാറേ? ചെറിയൊരു ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ ലൈറ്റ് ഓഫ് ആവണ്ടല്ലേ? പക്ഷെ അത് അത്രയും ഫാസ്റ്റ് ടൈമിൽ നടക്കുന്നത് കൊണ്ട് AC-യിലും DC-യിലും ആ കൺസെപ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെയല്ലേ എഫക്ട് ചെയ്യുന്നത്? കാരണം ഇതെന്താണെന്നറിയോ, ഇതൊക്കെ ഒരു സയന്റിഫിക് മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഞാനൊക്കെ സർവീസിൽ കയറുമ്പോഴും ഈ കാര്യങ്ങൾ സേഫ്റ്റിയെ പറ്റി പഠിക്കുമ്പോഴും എനിക്ക് കിട്ടിയ ശിക്ഷണം മൊത്തം DC കറണ്ടാണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന്. AC കറണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു 0 പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെന്നാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ റിസർച്ച് വരെ നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ രണ്ടിന് സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ ക്രൂഷ്യലായിട്ടുള്ളത് AC കറണ്ടാണ്. കാരണം DC കറണ്ടിന് കപ്പാസിറ്റൻസ് എഫക്റ്റ് ഇല്ല. നമ്മുടെ ബോഡിയിലോട്ട് കയറുമ്പോൾ AC കറണ്ട് കയറുമ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ 2 പ്ലേറ്റിന്റെ എഫക്റ്റ് ഒക്കെ വരില്ലേ? അതാണ് ഈ കപ്പാസിറ്റൻസ് നമ്മൾ പറയുന്നത്.
അപ്പൊ കപ്പാസിറ്റൻസ് പിന്നെ ഫ്രീക്വൻസി ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു എഫക്ട്. ഈ ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ഡേഞ്ചർ കൂടുന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ DC വരുമ്പോൾ 0 ഫ്രീക്വൻസി അല്ല. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആകുന്നത് ഇപ്പൊ 50 ഹെർട്സ് അല്ല, ചിലപ്പോൾ 30 ഹെർട്സ് അല്ലെങ്കിൽ താഴോട്ട് വരുന്നതനുസരിച്ചായിരിക്കും അപകടം കൂടുന്നതെന്ന് പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ DC പോയത്. എനിവേ ആ ചോദ്യം വിട്ടു. ഞാൻ ആ ചോദ്യം ഇടയ്ക്ക് ഒഴിവാക്കിയായിരുന്നു കേട്ടോ. വേറെ ചോദ്യം നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അത് വിട്ടേക്കുക. ഈ ഇതിന്റെ അകത്ത് ഈ അനോട്ടേഷൻസ് ഇത് ആ വരയ്ക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണേ, വരയ്ക്കുന്നവർ അത് ഒഴിവാക്കണേ. അടുത്തത് സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന, നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോയാൽ നടക്കത്തുള്ളൂ കേട്ടോ. സോളാർ പാനലിൽ ലഭിക്കുന്ന കറണ്ട് AC ആണോ DC കറണ്ടോ? അത് DC കറണ്ടാണ്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും അതിൽ? എന്തെങ്കിലും? ഒരുവിധം എല്ലാവരും DC കറണ്ട് ഇൻവെർട്ടർ ചെന്നിട്ടാണ് AC കറണ്ട് കിട്ടുന്നത് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തത് സാധാരണ നിലയിൽ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന പരമാവധി കറണ്ട്. അതും നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. 30 മില്ലി ആംപിയർ ആണ് നിയമപരമായിട്ടുള്ള ഒരു കറണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ELCB എല്ലാം 30 മില്ലി ആംപിയറിന്റെ റേറ്റിംഗ് ഉള്ളത്. അതുകൊണ്ടാണ്. പക്ഷേ ഈ 5 മില്ലി ആംപിയർ ആയാലും 15 മില്ലി ആംപിയർ ആയാലും ഏത് കറണ്ട് ആയാലും അപകടകരമാണ്. കാരണം അതിന്റെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പിന്നെ ശരീരത്തിന്റെ റെസിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ സാധാരണ നിലയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിനെ അഫക്ട് ചെയ്യുന്നത് 30 മില്ലി ആംപിയർ ആണ്. അപകടകരമായ രീതിയിൽ വരുന്ന 30 മില്ലി ആംപിയർ ആണ്. ആ കറണ്ട് ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ഇത് കട്ടാകുകയാണ് കേട്ടോ. കട്ടാകുമ്പോൾ എല്ലാവരും രണ്ടാമത് ഇതേ ലിങ്കിൽ പ്രസ് ചെയ്ത് തിരിച്ചു കയറണം കേട്ടോ. ഇതിന്റെ അകത്ത് മെസ്സേജ് വന്നു കട്ടാവൂന്നും പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതേ ലിങ്കിൽ തന്നെ തിരിച്ച് 1.5 മിനിറ്റ് ഗ്യാപ്പിലിട്ട് കയറിയാൽ മതി. അപ്പൊ ഇതിനകത്ത് 30 മില്ലി ആംപിയർ ആണ് അപകടം ഉണ്ടാകുന്നത് എന്ന് ക്ലിയർ ആയല്ലോ. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള 30 മില്ലി ആംപിയർ ആണ്. പക്ഷെ ഇത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് ബോഡി റെസിസ്റ്റൻസ്, 2 ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്തിലൂടെ കടന്നു പോകുന്നു, 3 അതിന്റെ ടൈം എത്ര നേരം കടന്നുപോയി എന്നുള്ളത്. ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ഇടത്ത് സൈഡിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഞാനിത് കട്ടാകുകയാണ്. ഇത് കട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളതാണ്. ഇലക്ട്രീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇടത്തെ കൈ പോക്കറ്റിലിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയും. ഇടത്തെ കൈ പാന്റിന്റെ പോക്കറ്റിലിട്ടിട്ട് വലത്തെ കൈ കൊണ്ട് വർക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ തമാശയ്ക്ക് ആൾക്കാർ ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി ഞങ്ങൾ പറയാറുണ്ട്. അതിന്റെ റീസൺ അറിയാമല്ലോ. ഹൃദയം ഇടത്തെ സൈഡിലാണ്. ആ ഹൃദയത്തിലൂടെ കറണ്ട് പോകുമ്പോഴാണ് ആള് മരിക്കുന്നത്. ഞാൻ താഴെ വേറൊരു ചോദ്യമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നിങ്ങളെ കുറച്ചു പേരൊക്കെ മിണ്ടാതിരിക്കുന്നവരുണ്ട് കേൾവിക്കാരായിട്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കേട്ടോ. ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അൽഫോൺസ് ആണ്. പറഞ്ഞോ. സാറേ, ഒരു മൊബൈൽ ആയിട്ട് നമ്മളിങ്ങനെ ഈ പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും നമ്മളൊരു ജനറേറ്റർ കൊണ്ടുപോകാറുണ്ട്. മൊബൈൽ അതിലെ ഫേസിൽ മൊബൈൽ ജനറേറ്റർ അത് മൊബൈലാണല്ലോ. അപ്പൊ ആ മൊബൈൽ ജനറേറ്റർ ആകുമ്പോൾ നമുക്കത് എർത്ത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒന്നുമില്ല. ഓക്കെ, അതേസമയം അതിന്റെ ഫേസിൽ തൊട്ടാൽ ഷോക്ക് കിട്ടുന്നുമില്ല. ഫേസും നോട്ടിലും കൂടി പിടിച്ചെങ്കിൽ മാത്രമേ ഷോക്ക് കിട്ടുന്നുള്ളൂ. ഫേസ് പിടിച്ചാൽ ഷോക്ക് കിട്ടുന്നില്ല. ഇല്ല അൽഫോൺസ്, ഞാൻ ഇത് അഥവാ ഇത് കട്ടായി പോകണമെങ്കിൽ ഇതേ സംഭവം തന്നെ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അൽഫോൺസ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു വേർഷനാണിത്. അതായത് നമ്മൾ ഫേസിൽ ജനറേറ്റർ മൊബൈലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേറ്ററിന്റെ ഫേസിൽ തൊട്ടു, എന്നിട്ട് ഭൂമിയിൽ നമ്മൾ നിൽക്കുകയല്ലേ, ഭൂമിയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അതെ, ഷോക്ക് അടിക്കുന്നില്ലല്ലോ, സർക്യൂട്ട് ക്ലോസ് അല്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ സർക്യൂട്ട് ക്ലോസ് ആയി. നിങ്ങളെ മൊബൈലിൽ എന്താ ചെയ്യണമെന്ന് അറിയോ? മൊബൈൽ ജനറേറ്ററിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഒരു മിനിറ്റ്. മൊബൈൽ ജനറേറ്റർ നിങ്ങളുടെ ബോഡി, വണ്ടിയുടെ ബോഡി ഇല്ലേ, വണ്ടിയുടെ ബോഡി എർത്ത് ചെയ്യണം. അതാണ് നമ്മുടെ സീറോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡിയാണ്. നമ്മുടെ വണ്ടിയുടെ ബോഡിയാണ് സീറോ നിർത്തേണ്ടത്, ന്യൂട്രൽ എർത്ത് ചെയ്യേണ്ടത്. അത് സ്റ്റേഷനറി നിന്നെങ്കിൽ മാത്രമല്ല സാറേ, ഇറ്റ് ഈസ് മൂവിംഗ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യാൻ നല്ലതാ അൽഫോൺസ്. ഞാൻ പറഞ്ഞേ നിങ്ങൾ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല.
നിങ്ങൾ ജനറേറ്റർ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതിന്റെ ആ ജനറേറ്ററിന്റെ 2 വയറുണ്ടല്ലോ, ഫേസ് ന്യൂട്രലും ഉണ്ടല്ലോ ഇല്ലേ? ആ 2 വയർ നിങ്ങൾക്ക് ഏതാണ് ഫേസ് ഏതാണ് ന്യൂട്രൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? ആ നിങ്ങളൊരു IS-ൽ തന്നെ പറയുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ 2 വയറുള്ളതിൽ ഒരെണ്ണത്തിനെ എടുത്ത് എർത്ത് ചെയ്യുക, അതാണ് ന്യൂട്രൽ പോയിന്റ്. അത് എവിടെ എർത്ത് ചെയ്യുന്നേ? ആ വണ്ടിയുടെ ബോഡിയിൽ. ഷിപ്പിലൊക്കെ എങ്ങനെയാ? ഷിപ്പിലൊക്കെ അങ്ങനെയാണ്. ആ ബോഡിയാണ് ന്യൂട്രൽ അല്ലെങ്കിൽ എർത്ത്. ക്ലിയർ ആയ ഞാൻ പറഞ്ഞേ? ഇനി നിങ്ങൾ ഒരു ELCB വർക്ക് ചെയ്യിച്ചേ. ആ സർക്യൂട്ടിന്റെ അകത്ത് ഒരു ELCB വെച്ചാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നേ? ആ വണ്ടിക്കകത്ത് നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, ELCB വെച്ചാ വർക്ക് ചെയ്യുമോ? ELCBയുടെ വർക്കിംഗ് അറിയാമോ? എങ്ങനെയാന്ന്? ELCBയുടെ വർക്കിംഗ് അറിയാമോ എങ്ങനെയാന്ന്? അറിഞ്ഞുകൂടാത്തവർക്കുണ്ടോ ഇതിനകത്ത്? നമ്മുടെ ഒരു വീട്ടിലിരിക്കുന്ന ELCB എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിന്റെ അകത്ത് ആരുടെയോ ശബ്ദം ഇങ്ങനെ വീണ്ടും വരുന്നുണ്ടല്ലോ. ഞാൻ എല്ലാവരുടെയും മ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഓൺ ആക്കിയിട്ട് സംസാരിച്ചോളൂ. അതായത് വീട്ടിലിരിക്കുന്ന ELCB, ഒരു വീട്ടില് ഒരാൾ ELCB വെക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇലക്ട്രീഷ്യന്മാര് നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഈ ELCB അത്യാവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുമ്പോൾ തിയററ്റിക്കലി ചിലപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ചിലര് ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും, അവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക്, പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു രീതിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ELCB എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് എർത്ത് പോയിന്റ് ഉണ്ടോ? ഇതിന്റെ അകത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഒരു ELCBയിൽ എത്ര ടെർമിനലാണ് കണക്ട് ചെയ്യാനുള്ളത്? സിംഗിൾ ഫേസ് ELCB. അത് വിട്, നമ്മൾ സിംഗിൾ ഫേസ് വെച്ച് പറയാം. ഇല്ല, ഫേസ് ന്യൂട്രല് മാത്രമേ ഉള്ളൂ. അതായത് വീട്ടിന്റെ വയറിംഗിലെ തുടക്കത്തിൽ ഈ സാധനം വന്നിരിക്കുക. വീട്ടിന്റെ വയറിംഗിലെ തുടക്കത്തിലാണ് നമ്മൾ ELCB വെക്കുന്നത്. ELCB എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഒരു സെക്യൂരിറ്റി പോലെയാ. ആ ELCB, ആ സെക്യൂരിറ്റി വഴിയാണ് ആ വീട്ടിലേക്ക് കറണ്ടിനെ കടത്തിവിടുന്നത്. നമ്മൾ പുറത്തൊരു സെക്യൂരിറ്റിയെ നിർത്തിയേക്കുന്ന പോലെ കറണ്ടിനെ കടത്തിവിടുന്നത് ഈ ELCB ആണ്. അപ്പൊ 2 വയറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫേസ് ഉണ്ട്, ന്യൂട്രലും ഉണ്ട്. ഫേസിലൂടെ 5 ആംപിയർ അങ്ങോട്ട് പോയി, ന്യൂട്രലിലൂടെ 5 ആംപിയർ തിരിച്ചു വരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അതായത് അങ്ങോട്ട് പോയ കറണ്ട് അതേപോലെ തിരിച്ചു വരികയാണെങ്കിൽ നോ ഇഷ്യൂ, അവിടെ ഒരു പ്രശ്നവുമില്ല. അതായത് ELCBക്കകത്ത് ഒരു കോയിൽ ഇരിപ്പുണ്ട്, ഒരു CT എന്ന് പറയും, കറണ്ട് ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. ആ കോയിൽ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിനെയാണ് ഞാൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. അങ്ങോട്ട് പോകുന്ന ആൾക്കാരെല്ലാം തിരിച്ചു വരുന്നുണ്ടോ? ഫ്ലാറ്റിലൊക്കെ എങ്ങനെയാണ്? നമ്മളെ ഫ്ലാറ്റിലൊക്കെ ശ്രദ്ധിച്ചില്ലേ, അവിടെ പുറത്തൊരു സെക്യൂരിറ്റിക്കാർ കാണും. ആ സെക്യൂരിറ്റി നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അകത്തോട്ട് പോകുന്നവരെല്ലാം തിരിച്ചു വരുന്നുണ്ടോ. അവര് ബുക്കിനകത്ത് എല്ലാം ഇത് എഴുതി വെച്ചിരിക്കും. അതേപോലെ അങ്ങോട്ട് പോകുന്ന ആ സെയിം കറണ്ട് തിരിച്ചു വരുന്നുണ്ടോ എന്ന് ELCB ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫ്രിഡ്ജിന്റെ ബോഡിയിൽ സപ്ലൈ വന്നു, നമ്മുടെ ആരെങ്കിലും അവിടെ ചെന്ന് ആ ബോഡിയിൽ തൊട്ടു. അപ്പൊ തൊട്ടപ്പോ എന്ത് പറ്റി? ആ ബോഡിയിൽ ആ ആളിന്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് ഭൂമിയിലോട്ട് പോയി. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഭൂമിയിൽ പോയ കറണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ച് ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ചെന്നു. സോഴ്സ് അല്ലേ, സപ്ലൈ തന്ന സോഴ്സ് അല്ലേ ട്രാൻസ്ഫോമർ. അപ്പൊ ഇനി ആദ്യത്തെ സെക്യൂരിറ്റിക്കാരനെ ഒന്ന് പരിചയപ്പെട്ടെ. അങ്ങോട്ട് പോയ 5 ആംപിയർ തിരിച്ചു വന്നില്ല. അതിന്റെ അകത്തുനിന്ന് ഒരു ഭാഗം താഴോട്ട് പോയി, ഭൂമിയിലേക്ക് പോയി, ഭൂമി വഴി ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി. ആ വ്യത്യാസം ഒരു 30 മില്ലി ആംപിയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവന്റെ ശരീരത്തിലൂടെ പോയ കറണ്ട് 30 മില്ലി ആംപിയർ ആണ്. ആ ഡിഫറൻസ് ആണ് ഈ ELCB ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 30 മില്ലി ആംപിയറിന്റെ ELCB വെക്കണം എന്ന് പറയുന്നതിന്റെ കാരണം, അവന്റെ ശരീരത്തിലൂടെ 30 മില്ലി ആംപിയർ പോയാലുടനെ ആ ELCB സെൻസ് ചെയ്യണം. ഇത് ക്ലിയർ ആയില്ലേ? ഇത് ഇനി വേണമെങ്കിൽ നമ്മുടെ അൽഫോൺസ് ചോദിച്ചതുപോലെ, അൽഫോൺസിന്റെ ആ ഡൗട്ടിൽ പറഞ്ഞേക്കുന്ന പോലെ, ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേറ്ററിന്റെ അകത്ത് ഒരു ELCB വെച്ചാൽ വർക്ക് ചെയ്യുമോ? മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ എല്ലാവരും കൂടെ? ഹലോ, നിങ്ങളുടെ മൗസ് ഈ മൈക്ക് മ്യൂട്ടാണേ, മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാവോ? ക്ലിയർ ആയില്ലേ? അതായത് ആ വണ്ടിക്കകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ELCB വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ സർക്യൂട്ടിൽ ഇതുപോലെ വർക്ക് ചെയ്യണം. ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇലക്ട്രീഷ്യന്മാരുണ്ട്.
നിങ്ങൾ ഈ ഇൻവേർട്ടറിൽ ELCB കൊണ്ട് വെക്കുവോ? ഇൻവേർട്ടർ സർക്യൂട്ടിൽ ELCB വെക്കുവോ? ഞാൻ തർക്കിക്കുന്നില്ല. നിങ്ങൾ പലരും ഉണ്ടെന്ന് തന്നെ പറയും. നിങ്ങൾക്ക് അതും വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഇൻവേർട്ടറിന്റെ അകത്തുള്ള ഒരു പോയിന്റ് നിങ്ങൾ എർത്ത് ചെയ്തെങ്കിൽ മാത്രമേ ആ ഇൻവേർട്ടർ കഴിഞ്ഞുള്ള ELCB വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരിക്കലും നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള ഒരു ന്യൂട്രൽ പോയിന്റിനെ എടുത്ത് എർത്ത് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. എർത്ത് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം മൊത്തം ഫെയിൽ ആവും. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് പോവാം. പറഞ്ഞു ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് വളരെ സന്തോഷമായി ചോദിക്കാം. നാസറിന്റെ മൈക്ക് ശരിയാവുന്നില്ല. നേരത്തെ സംസാരിച്ചപ്പോഴും കേട്ടില്ല കേട്ടോ. ഇൻവെർട്ടറെ AC പോവും, KCB പോവും. അപ്പൊ ഇൻവെർട്ടറിൽ ELCB വെക്കാൻ കഴിയുന്നില്ല. അപ്പൊ വെക്കാൻ പാടില്ല. അപ്പൊ ഷോക്കടി വരൂലേ ഇൻവെർട്ടറിൽ നിന്നുള്ള ഷോക്ക്? അതും ഷോക്ക് അടിക്കണമെങ്കിലുള്ള ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. മനസ്സിലായിരുന്നോ? നിങ്ങളുടെ സർക്യൂട്ട്, നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഷോക്ക് അടിക്കും. പക്ഷെ ഇൻവേർട്ടറിൽ നിന്ന് സാധാരണ ഷോക്ക് അടിക്കുമ്പോൾ അത് ഡെഡ്ലി ആയിട്ട് പോകത്തില്ല. അത്രയും ഡേഞ്ചറസ് ആയിട്ട് സാധാരണ പോകാറില്ല. ഇൻവേർട്ടർ സർക്യൂട്ടിലെ ELCB വെക്കും, ചില ഇലക്ട്രീഷ്യന്മാരൊക്കെ വെക്കും കേട്ടോ. പക്ഷെ അത് വർക്ക് ചെയ്യോ ഇല്ല എന്നുള്ള ഞാനെനിക്ക് ക്ലാസ് എടുത്തപ്പോ ചോദിച്ചതാ. അവര് വെക്കും എന്നാ പറഞ്ഞത്. പക്ഷെ വർക്ക് ചെയ്യുമെങ്കിൽ അത് എങ്ങനെ ആകും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. എന്റെ അഭിപ്രായത്തിൽ അത് വർക്ക് ചെയ്യത്തില്ല. 27 പേരെ, ആകെ 30 പേരായിരുന്നു തോന്നുന്നു മീറ്റിംഗിന് ഉണ്ടായിരുന്നത്. എല്ലാരും കയറിയെന്ന് തോന്നുന്നു. പറഞ്ഞു. വേറൊന്നുമല്ല, നമ്മളിപ്പോ വീട്ടില് ന്യൂട്രൽ പക്ഷെ 3 ഫേസ് എക്യുപ്മെന്റുള്ള വീട് ന്യൂട്രൽ സംസാരിക്കുന്ന ആരാ? എന്റെ പേര് സുനീഷ് സഹദേവൻ. സുനീഷ്, അപ്പൊ ബാക്കി അങ്ങ് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സൗണ്ട് വരുന്നുണ്ട്. പറഞ്ഞോ സുനീഷ്, പറഞ്ഞോ. ഞാൻ 3 ഫേസ് ഇലക്ട്രിക്കൽ വീട് ഹൗസ് വയറിംഗ് ചെയ്യുകയാണെങ്കിൽ 3 ഫേസ് വീട് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂട്രൽ എർത്ത് ചെയ്യാറുണ്ട് ഇൻപുട്ട്. കാര്യം ഇല്ലാതെ സാർ, ഞാൻ 3 ഫേസ് വയറിംഗ് ഹൗസ് വയറിംഗ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രൽ എർത്ത് ചെയ്യാറുണ്ട്. കാരണം ന്യൂട്രൽ എർത്ത് ചെയ്യാത്ത സ്ഥലത്തെല്ലാം എനിക്ക് വളരെ അമളി പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പോസ്റ്റിൽ നിന്നുള്ള ന്യൂട്രൽ പലപ്പോഴും കട്ടാവാറുണ്ട്. ഫേസ് കാണിക്കും, പക്ഷേ ന്യൂട്രൽ. ആ സമയങ്ങളിലെല്ലാം ലൈറ്റുകളും ബൾബുകളും ഒക്കെ സീരിയലായിട്ട് എല്ലാം അടിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ന്യൂട്രൽ എർത്തിയ അതിനുശേഷം ഞാൻ ന്യൂട്രൽ എർത്തിയതിനു ശേഷം ഒരെണ്ണം ഇതുവരെയും പോയിട്ടില്ല. അപ്പൊ അത് ന്യൂട്രൽ എർത്തി ഇൻപുട്ടിൽ എർത്തിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അതിന് ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴുള്ള കുഴപ്പം ഇത് ന്യൂട്രൽ കട്ടാകുമ്പോൾ, ലൈനിലുള്ള ന്യൂട്രൽ കട്ടാകുമ്പോൾ ഫേസുകൾ തമ്മിൽ സീരിയലായിട്ട് വാട്ട് കുറഞ്ഞ സാധനങ്ങളെല്ലാം അടിച്ചു പോകുന്നു. അവസാനം അവിടെ മോട്ടറും ഫ്രിഡ്ജും മാത്രമേ കാണൂ. ബാക്കി ബൾബുകളെല്ലാം പോകാറുണ്ട്, ഫാനുകളെല്ലാം പോകാറുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ആയിക്കോട്ടെ. എല്ലാവരുടെയും മൈക്ക് ഓൺ ആണല്ലോ ഇപ്പൊ? ഒരുപാട് പേരുടെ മൈക്ക് ഓൺ. അതായത് KCBയുടെ പോസ്റ്റിലൂടെ വരുന്ന ന്യൂട്രല് ശരിക്കും KCBക്ക് മാത്രമേ അത് എർത്ത് ചെയ്യാവൂ എന്ന് നിയമമുണ്ട്. അതായത് ഒരു 3-4 പോസ്റ്റ് ചേരുമ്പോൾ അവർ എർത്ത് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതവര് ചെയ്യാറില്ല. ഇപ്പൊ സുനീഷ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഒരു ELCB വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് ഈ കറണ്ട്, മനുഷ്യന്റെ ബോഡിയിലൂടെ പോയ കറണ്ട് ഭൂമി വഴി എവിടെ ചെല്ലണം? സോഴ്സിൽ ചെല്ലണം. മനസ്സിലായോ? സോഴ്സിൽ ചെല്ലണം. സോഴ്സിലാണ് ആ ഒരു കറണ്ടിന്റെ വ്യത്യാസം വന്ന് എഫക്ട് ചെയ്യുന്നത്. അതിനു പകരം ഈ സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഭൂമി വഴി, ഇപ്പം സുനീഷ് പറഞ്ഞതനുസരിച്ച് ആ ന്യൂട്രലിലെ ഒരു എർത്ത് പോയിന്റ് ഇടും എന്ന് പറഞ്ഞ ആ പോയിന്റും ഭൂമി വഴി ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലും തമ്മിൽ കണക്റ്റഡ് ആണ്. ശരിയല്ലേ? ഭൂമി വഴി ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ എർത്ത് ചെയ്തത് കൊണ്ട് നിയമപരമായിട്ട് അത് അലൗഡ് അല്ലെങ്കിലും നിങ്ങൾ എർത്ത് ചെയ്തതിനെ കുറ്റം പറയുന്നില്ല. അതിന് ഞാൻ വേറൊരു വിശദീകരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ എർത്ത് ചെയ്യുന്ന ആ പോയിന്റ് എവിടെയാണ് നിങ്ങൾ എർത്ത് ചെയ്യുന്ന വെച്ചാല്
ആ സപ്ലൈയുടെ മെയിൻ ഇന്നിലായിരിക്കണം. ഇൻകമ്പറിൽ വരുന്ന എർത്ത് ചെയ്യേണ്ടത്. അത് മനസ്സിലായോ? ആ ന്യൂട്രലും കഴിഞ്ഞിട്ട്, ആ ന്യൂട്രലിന്റെ എർത്ത് ചെയ്ത പോയിന്റ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ELC കാര്യങ്ങളെല്ലാം വരാവൂ. അങ്ങനെ നിങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്യും. പക്ഷെ അത് നിങ്ങൾ എർത്ത് ചെയ്ത ആ സംഭവം KSEB എർത്ത് ചെയ്തതിന് തുല്യമാണ്. ശരിയല്ലേ? KSEB എർത്ത് ചെയ്തതിന് തുല്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു HT കൺസ്യൂമർ ആണെന്ന് എടുത്തോളൂ. HT കൺസ്യൂമറിൽ നിങ്ങൾ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? അതേപോലെ നിങ്ങൾ അവിടെ ന്യൂട്രൽ എർത്ത് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആ സിസ്റ്റം, അതായത് ആ ഇന്നിൽ വരുന്ന സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ന്യൂട്രൽ എർത്ത് ചെയ്ത് അല്ലാതെ അകത്തോട്ട് പോയി ഒരിക്കലും ന്യൂട്രൽ എർത്ത് ചെയ്യരുത്. എർത്ത് ചെയ്താൽ നിങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ എർത്ത് ചെയ്ത പോയിന്റ് മീറ്റർ കഴിഞ്ഞിട്ടല്ലേ സാർ? മീറ്ററിന് സാധാരണ ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കോയിലിൽ ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ പറഞ്ഞ പോയിന്റ് സുരേഷ് ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. നിങ്ങളുടെ ന്യൂട്രൽ എർത്ത് ചെയ്ത പോയിന്റ് മീറ്റർ കഴിഞ്ഞാണെങ്കിൽ എന്തു പറ്റും? ഹലോ, ആ നിങ്ങളുടെ മീറ്ററിലെ ലീക്കേജ് കറണ്ട് വരില്ലേ? റീഡിങ് കാണിക്കും. അത് തെറ്റല്ലേ? വരും ലീക്കേജ് കറണ്ട് വരും. സാധാരണ സിംഗിൾ ഫേസ് മീറ്ററിലാണെങ്കിലാണ് സാധാരണ സാർ അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ 3 ഫേസ് മീറ്ററിൽ ഒരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, ഒരു ന്യൂട്രൽ ലിങ്ക് മാത്രമേ ഉള്ളൂ, കോയിലോട് സപ്ലൈ ഇല്ല. എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞേ സാർ. ഈ 3 ഫേസ് മീറ്ററുകളിൽ ഇപ്പോൾ വരുന്ന വീടുകളിൽ വയ്ക്കുന്ന 3 ഫേസ് മീറ്ററുകളിൽ കോയിൽ, അതിന്റെ മൂവിംഗ് കോയിൽ വർക്ക് ചെയ്യുന്നത് ന്യൂട്രൽ പോയിന്റോട് എടുത്തിട്ടല്ല, ഫേസ് ടു ഫേസ് ആണ്. ന്യൂട്രൽ കൂടെ ഉള്ളതാണെങ്കിൽ കൃത്യമായിട്ട് റീഡിംഗ് ആവും. ഇതൊരു ന്യൂട്രൽ ലിങ്ക് മാത്രമേ ഉള്ളൂ. ന്യൂട്രൽ ലിങ്ക് ഉള്ളതിൽ മാത്രമാണെങ്കിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് കാര്യമില്ല. അവര് 3 സീറ്റ് വെച്ചല്ലേ അത് വർക്ക് ചെയ്യുന്നേ. ആ 3 സീറ്റിൽ വരുന്ന കറണ്ട്, നമ്മൾ നേരത്തെ ELCBയുടെ കാര്യം പറഞ്ഞതുപോലെ ന്യൂട്രലിലൂടെ ഒരു കറണ്ട് ഭൂമിയിലോട്ട് പോവുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സംശയം എന്താ? അപ്പൊ നിങ്ങൾ എർത്ത് ചെയ്തതിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് വശവും നിങ്ങള് നേരത്തെ സുനീഷ് നേരത്തെ പറഞ്ഞതുപോലെ KSEBയുടെ ന്യൂട്രലിൽ കട്ടായി പോയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് അടുത്ത വീട്ടിലെ ഫേസ് നമ്മുടെ വീട്ടിൽ വരും. ഒരു 3 ഫേസ് അടുത്ത വീട്ടിലെ ഫേസ് 6YB എന്ന് പറഞ്ഞ 3 ഫേസിൽ 6 ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് എടുത്തിരിക്കുന്നത്. ആ ന്യൂട്രൽ ലൈനിൽ നിന്ന് കട്ടായി പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ന്യൂട്രലും നമ്മുടെ ന്യൂട്രലും സെയിം പോയിന്റ് ആണ്. അപ്പൊ ന്യൂട്രൽ കട്ടായി പോയാൽ നമ്മുടെ ന്യൂട്രലിൽ അടുത്ത വീട്ടുകാരന്റെ വൈ ഫേസ് വന്നു കയറും. അപ്പൊ 400 പുറത്ത് വോൾട്ടേജ് ഒരു 300, 375, 400 വോൾട്ട് വരെ നമ്മുടെ എക്യുപ്മെന്റ്സിൽ വന്ന് നമ്മുടെ എക്യുപ്മെന്റ് അടിച്ചു പോകും. അതുകൊണ്ടാണ് സുരേഷ് അവിടെ എർത്ത് ചെയ്തത്. പക്ഷെ അതിന് ഇങ്ങനൊരു നെഗറ്റീവ് വശമുണ്ട്. ക്ലിയർ ആയ പലർക്കും ഇത് മനസ്സിലായി? ചോദിക്കും. ഈ സുനീഷൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിശയം. കാര്യം അങ്ങനെ ആരും സ്വാഭാവികമായിട്ട് നോട്ട് എത്തിയാറില്ല വീടുകളില്. അതെ. അങ്ങനെ എർത്ത് ചെയ്തുകൂടാ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ ഒരു കാര്യം നല്ലൊരു പോയിന്റ് പറഞ്ഞത്. ഒരു മഴ വരുമ്പോഴേ സാറേ എർത്ത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു മഴ വരുമ്പോഴത്തേക്ക് ഫംഗസ് പിടിച്ചിട്ട് നമുക്ക് ന്യൂട്രൽ കട്ടാവുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഹലോ സാറേ, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡ് സ്റ്റാർ പോയിന്റ് എർത്ത് ചെയ്യും. സ്റ്റാർ പോയിന്റ് എർത്ത് ചെയ്യുന്നതുകൊണ്ടാണ് എർത്ത് ചെയ്യുന്നത്. അത് ന്യൂട്രലാണ്. സ്റ്റാർ പോയിന്റ് ന്യൂട്രല് നമ്മൾ ഡബിൾ എർത്തിട്ടാ ചെയ്യുന്നത്. അത് കട്ടായെന്ന് വിചാരിക്കാം. ആ സ്റ്റാർ പോയിന്റ് കട്ട് ചെയ്തു. കട്ടായാൽ ഈ പറയുന്ന പോലെ തന്നെ ഫേസ് വേറെ ഈ പറയുന്ന പോലെ തന്നെ 3 ഫേസ് മാത്രമേ വരുള്ളൂ. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ 440 വോൾട്ട് അങ്ങനെയൊക്കെ വരും. അല്ലാണ്ട് ലൈനിൽ പോകുന്ന ന്യൂട്രല്, അതായത് സ്ട്രീറ്റ് ലൈനിൽ കൂടി നമ്മുടെ ഈ പോസ്റ്റിൽ കൂടി പോകുന്ന ന്യൂട്രൽ ബ്രേക്ക് ആയെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവുമോ? അല്ല, ന്യൂട്രലിലൂടെ പോകുന്ന ലൈനിലൂടെ പോകുന്ന ന്യൂട്രൽ കട്ടായാലും സെയിം എഫക്റ്റ് അല്ലേ നമ്മുടെ വീട്ടിലേക്ക്? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം സുനീഷ് ചെയ്തതുപോലെ അവിടെ എർത്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് എർത്ത് ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ന്യൂട്രൽ ലൈൻ വഴിയാണ്. ആ ലൈൻ പൊട്ടി പോയാലും സെയിം എഫക്റ്റ് വരും.
എല്ലാ സാധനങ്ങളും അടിച്ച് സാർ ഞാൻ വർക്ക് ചെയ്ത 2-3 വീടുകളിൽ പോയത് കൊണ്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അതെ അതെ, എനിക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് അവിടെ അപകടം ഉണ്ടായില്ല. ഈ വലിയ വോൾട്ടേജ് വന്ന എക്യുപ്മെന്റ്സ് ഒന്നും അടിച്ചു പോയില്ല. പക്ഷെ അതിന് പകരം കറണ്ട് ചാർജ് നഷ്ടം വരും, കുറച്ച് ലീക്കേജ് കറണ്ട് അവിടെ അധികം വരും, അത്രയേ ഉള്ളൂ. ഹലോ സാർ. ആരോ ഒരാള് സംസാരിക്കുന്ന ക്ലിയർ അല്ല. ബിജു പറഞ്ഞോ, ബിജു സംസാരിക്കും. ബിജുവിന്റെ ഓഡിയോ ക്ലിയർ അല്ല കേട്ടോ. വേറെ ആരാ സംസാരിക്കുന്നത്? അനിൽകുമാർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഹലോ, ഉണ്ടെങ്കിൽ ചോദിക്കും പെട്ടോ. സജീദ ചോദിക്കും. ചെയ്യണ്ടെന്ന് പറഞ്ഞേ, 3 ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞല്ലേ? എങ്ങനെ ക്ലിയർ ആയില്ല? ഏത് എർത്ത് ചെയ്യണ്ടെന്നാ? ന്യൂട്രേ 3 ഫേസിന് ന്യൂട്രൽ പിന്നെ എർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ന്യൂട്രലെ നമുക്ക് എർത്ത് ചെയ്തുകൂടാ, ഒന്നും എർത്ത് ചെയ്തുകൂടാ. ന്യൂട്രൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ചെയ്താൽ ഇപ്പൊ നമ്മുടെ ആ എർത്ത് ചെയ്യുന്ന പോയിന്റിന് അപ്പുറത്താണ് മീറ്റർ ഇരിക്കുന്നത്. ആ മീറ്ററിൽ ആ കറണ്ട് റീഡ് ചെയ്യും. ഭൂമിയിലേക്ക് വേസ്റ്റ് ആയി പോകുന്ന ലീക്കേജ് കറണ്ട് റെക്കോർഡ് ചെയ്യും. ശരിയല്ലേ? നിങ്ങളെല്ലാം ഈ ഫീൽഡിലുള്ള എക്സ്പേർട്ട് ആൾക്കാരാ. ഞാൻ ഈ ചർച്ചയായിട്ടാ ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ ആ പറഞ്ഞത്? ഓക്കെ. ഇല്ല, സുനീഷ മൈക്ക് ഓഫാ. സുനീഷിന്റെ മൈക്ക് ഓഫാ. CT മീറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല സാറേ. CT മീറ്റർ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ന്യൂട്രൽ ലിങ്കിലാണ് തരുന്നത് സപ്ലൈ. ഞാൻ ചോദിക്കട്ടെ, CTയില് നിങ്ങളുടെ 3 ഫേസിലും വരുന്നത് ന്യൂട്രലിലെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. 3 ഫേസിന്റെ നെറ്റ് കറണ്ട് എത്രയാ? 0യാ. അൺബാലൻസ്ഡ് കറണ്ട് വന്നാൽ ന്യൂട്രലിലൂടെ കറണ്ട് പോകും. നിങ്ങളുടെ ന്യൂട്രലിലൂടെ ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന കറണ്ട് ഫേസിൽ റിഫ്ലക്ട് ചെയ്യും. നിങ്ങളെ 3 CT മെത്തേഡ് ആയാലും അത് റിഫ്ലക്ട് ചെയ്യും, ഉറപ്പാണത്. അങ്ങനെ നിങ്ങൾ കരുതരുത് കേട്ടോ, അതൊക്കെ നഷ്ടമാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 31 പേരുണ്ട് മീറ്റിംഗിൽ ഇപ്പൊ കേട്ടോ. അടുത്ത ഒരു ഫ്രിഡ്ജിന്റെ കേസ്. ഫ്രിഡ്ജിന്റെ ബോഡിയിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു. അത് ഒഴിവാക്കാനായിട്ട് ഏത് സാധനമാണ് വെക്കേണ്ടത്? അത് ഒരുവിധം എല്ലാവരും മറുപടി പറഞ്ഞതാണ്. നമ്മൾ ഈ ചർച്ചയിൽ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് ELCB RCCB. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ELCBയും RCCBയും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് ശരീരഭാഗത്ത് കൂടിയാണ് കൂടുതൽ അപകടം? തല, തൊലി, ഹൃദയം, കിഡ്നി. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഹൃദയമാണ്. തൊലിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തൊലിയുടെ പുറത്തുള്ളതെല്ലാം പിന്നെ ലവണജലമാണ്. നമ്മുടെ ശരീരത്തിലൂടെ ഒക്കെ കറണ്ട് പോകാൻ ഭയങ്കര സൗകര്യമാണ്. പക്ഷേ ശരീരത്തിലെ ബോഡിയിലൂടെ വേറെ ഇതിലേക്കൂടെ കൂടെ കറണ്ട് പോയി എന്ന് കരുതി ആള് മരിക്കണമെന്നില്ല, പൊള്ളല് സംഭവിക്കത്തേ ഉള്ളൂ. പക്ഷെ ഹൃദയത്തിലൂടെ കറണ്ട് പോയി 30 മില്ലിയാമ്പിന്റെ കറണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആള് തീർച്ചയായിട്ടും മരിച്ചിരിക്കും. അപ്പൊ അതാണ് ഹൃദയം. അടുത്ത മാങ്ങ പറിക്കുന്ന ഒരു കേസ്. അതായത് ഇന്ന് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നത് തോട്ടി വഴിയാണ്. തോട്ടി വ്യാവസായികമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം മെറ്റൽ കൊണ്ടായിരിക്കും. ഒരുപാട് വീട്ടമ്മമാരും ആൾക്കാരും എല്ലാവരും മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യം ഒന്നും ഒരു ബോധവൽക്കരണമായിട്ട് ഞാൻ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ. അതിന്റെ കൂടെ മടലും മുളയും കൂടെ ഞാൻ കയറ്റിയെന്നേ ഉള്ളൂ. മടലും മുളയും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് മടലെന്ന് പറഞ്ഞാൽ അത്ര റെസിസ്റ്റീവ് അല്ല. മീൻസ് അത് കറണ്ട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. പറഞ്ഞു സാർ. കഴിഞ്ഞ ദിവസം ഞാൻ മെറ്റൽ ഇൻഡസ്ട്രീസിൽ പോയിരുന്നു, ഷൊർണൂര്. അപ്പൊ അവരും ഈ ടൈപ്പ് തോട്ടികൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്ന രീതിയിൽ നമുക്ക് ഒരു ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തോട്ടികൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ കഴിയില്ലേ? മെറ്റൽ ആയിരുന്നെങ്കിലും അതിനൊരു ഇൻസുലേഷൻ കവറിങ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഇത് ചെയ്തുകൂടെ? അത് ചെയ്യാം. പക്ഷെ അതൊന്നും നമ്മുടെ സർക്കാർ തലത്തിൽ, അതായത് ഡിപ്പാർട്ട്മെന്റ് മൊത്തമായിട്ട് ടേക്കപ്പ് ചെയ്ത് വരണം. അതേപോലെ ഇതാരാ പറഞ്ഞ? പ്രശോഭല്ലേ പറഞ്ഞു? അതെ, പ്രശോഭ. പ്രശോഭ, ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെൽഡിംഗ് സെറ്റിന്റെ കേസ്. വെൽഡിംഗ് സെറ്റിലെ ഒരു പ്രൈമറി സൈഡില്
സേഫ് വെൽഡ് എന്ന് പറഞ്ഞ ഒരു സാധനം വെക്കണമെന്നും പറഞ്ഞ് ഒരു 5-6 വർഷം മുമ്പ് കേരളത്തിൽ തന്നെ ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. വെള്ളി സിറ്റിയിൽ നിന്ന് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ സാധനം വെക്കണമെന്നും പറഞ്ഞൊരു നിർദ്ദേശം പ്ലാൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ഇറക്കാനൊക്കെ ആലോചിച്ച് വന്നിട്ട് പിന്നെ അതങ്ങ് സ്റ്റോപ്പായി പോയി. അതേപോലെയാണ് ഇതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ വേണം. പക്ഷെ അത് ഒരാളോ രണ്ടാളോ തീരുമാനിച്ച് ഇറക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് പൊതുവായിട്ട് ഡിപ്പാർട്ട്മെന്റ് കോമൺ ആയിട്ട് വന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലൊക്കെ വന്നെങ്കിൽ മാത്രമേ ആ ഒരു സംഭവം ഇറക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും പ്രശോഭ് പറഞ്ഞ കാര്യം ഞാൻ ടേക്കപ്പ് ചെയ്യാം, എന്റേതായ തലത്തിൽ ഞാൻ ടേക്കപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഈ മീറ്റിംഗ് നമുക്ക് റെക്കോർഡിങ്ങിലുള്ള മീറ്റിംഗ്, ഇതിൽ നിന്നും അങ്ങനെ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞതായിട്ട് ഞാൻ ചീഫിന് റിപ്പോർട്ട് ചെയ്യാം, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാം. എന്റെ ലെവലിൽ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പൊ വരുന്ന തോട്ടിക്കകത്തെല്ലാം നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ഇൻസുലേറ്റഡ് ആണ്, എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മുകളിൽ മെറ്റലാണ് ഇരിക്കുന്നത്. മെറ്റല് അതിൽ ചുറ്റിക്കെട്ടി പിന്നെ പലതരത്തിലെ തീപിടുത്തം അപകടങ്ങളും ഉണ്ടായിക്കൂടായിക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു എക്സിബിഷന് ഞാൻ കണ്ടു, അത് ഇൻസുലേറ്റഡ് ആണ്, താഴെ ഇൻസുലേറ്റഡ് ആണ് അവർ വെക്കുന്നത് കേട്ടോ. ഞാനത് ടേക്കപ്പ് ചെയ്യാം. അപ്പൊ ഇതിലെ മടലും മുളയും എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് അറിയാവുന്ന തോന്നുന്നു. മുളയാണ് സേഫ്. മുളയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റെസിസ്റ്റീവ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് മുള ഉത്തരമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അടുത്തത്, ഒരാൾ വൈദ്യുതാഘാതമേറ്റ് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, പിന്നെ ഞാനിപ്പോ കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും കേരളത്തിലെ വടക്കോട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പലയിടത്തും എനിക്ക് ബന്ധങ്ങളുണ്ട്. പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ഫെറൂഖിലാണെന്ന് തോന്നുന്നു, ഒരിക്കലും ഇവിടെ ലൈൻ പൊട്ടി വീണ് കിടന്നിട്ട് ഒരു ഇലക്ട്രീഷ്യൻ, നിങ്ങളുടെ കണക്കുള്ള ഒരു ഇലക്ട്രീഷ്യൻ അവിടെ കാത്തു നിന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഈ ലൈൻ പൊട്ടി കിടക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സാർ എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞ് ഓഫ് ചെയ്യിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടൊന്നും അവർ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ആ സ്ഥലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന, KSEBയുടെ സേഫ്റ്റി കമ്മീഷണറെ വിളിച്ചു. കമ്മീഷണറെ വിളിച്ചിട്ട് അവരുടെ CUG നമ്പറൊക്കെ ചിലർ എടുക്കത്തില്ല, നേരെ അവരെ വിളിച്ച്, ഇദ്ദേഹം ആയതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് സെക്കൻഡുകൾക്കകത്ത് അത് ഓഫ് ചെയ്തു. അതേപോലെ ലൈൻ പൊട്ടി വീണ് കിടക്കുകയോ അതല്ലെങ്കിൽ ഒരു മരത്തിൽ തട്ടി നിൽക്കുകയോ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യണം. നമുക്കെല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇവിടെ പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ തട്ടി ഒരാൾ കിടക്കുകയാണ്, നമ്മൾ ഉടനെ എടുത്തിയാടി ചെന്ന് തുടരുത്. അവര് എത്രയോ പേര് തുടർച്ചയായിട്ട് മരിക്കുന്നറിയാം. ഒരാൾ മരിച്ചു, 2 ആൾ മരിച്ചു, 3 ആൾ മരിച്ചു, അങ്ങനെ എത്രയോ കേസുകൾ നടക്കുന്നുണ്ടെന്നറിയാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സപ്ലൈ ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യാം. നമുക്ക് അതിനുള്ള പ്രാവീണ്യതയുണ്ട്. നമ്മൾ ഇലക്ട്രീഷ്യനാണ്, നമുക്കിത് അറിയാമെങ്കിൽ ഉടനെ തന്നെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ചെന്ന് AB ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരുകയോ എന്തെങ്കിലും ചെയ്ത് സപ്ലൈ ഓഫ് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് ഫർദർ കാര്യങ്ങൾ ചെയ്യാം. അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് വരാം. ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കത്തുന്നുവെങ്കിൽ അതേതാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിന് ഞാൻ മറുപടി പോലും പറയുന്നില്ല. എല്ലാം ക്ലിയർ ആയല്ലേ? സാർ, മുൻപത്തെ ചോദ്യത്തില് RCCB സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എല്ലാവർക്കും വേണ്ടിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് ELCB എന്ന് പറഞ്ഞാല് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഈ പുതിയ കുട്ടികളൊക്കെ ഇല്ലേ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വന്ന ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്. അവരൊക്കെ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സംശയങ്ങളൊക്കെ വരുന്ന കാര്യമാണ്. അത് ELCB എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ ചെന്ന് ഒരു ELCB വാങ്ങിക്കുന്നു പറഞ്ഞാൽ ആ ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ELCB എന്നൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. അതിനകത്ത് RCCB എന്നാണ് കാണുന്നത്. അതായത് കടയിൽ ചെന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനം ശരിക്കും അത് ELCB അല്ല, RCCB ആണ്, റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ എന്താണ് ELCB, എന്താണ് RCCB? ഈ ELCB എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ RCCB, ഇപ്പൊ നമ്മളെ കടയിൽ നിന്ന് ELCB എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത് കറണ്ട് സെൻസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സെക്യൂരിറ്റി പോലെ വർക്ക് ചെയ്യും. അങ്ങോട്ട് പോകുന്ന കറണ്ടും തിരിച്ചു വരുന്ന കറണ്ടും ഈ സെക്യൂരിറ്റിയിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മീൻസ് ഒരു കോയിലാണ്. അപ്പൊ കോയിൽ എന്താണ് ചെയ്യുന്നത്? അത് കറണ്ടിനെയാണ് സെൻസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന RCCB എന്ന് പറഞ്ഞ ആ സാധനം കറണ്ടിനെ സെൻസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പണ്ട് കാലത്ത് ഈ RCCB വരുന്നതിന് മുൻപ് ELCB ആയിരുന്നു. ELCB എന്ന് പറഞ്ഞാൽ അത് വോൾട്ടേജ് സെൻസിങ് ആയിരുന്നു. അതായത്
ഒരു പോയിന്റിലെ വോൾട്ടേജ് വെച്ചാണ് അതിന്റെ ആ ഒരു ഡിവൈസിന്റെ അകത്ത് പോയിന്റിലെ വോൾട്ടേജ് വ്യത്യാസം വരുമ്പോൾ ആ വോൾട്ടേജ് വെച്ചാണ് അത് സെൻസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ വോൾട്ടേജ് വെച്ച് സെൻസ് ചെയ്യുന്ന ആ ഡിവൈസിനാണ് പേര് പറയുന്നത് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. പക്ഷെ ആ ഡിവൈസ് ഇന്നില്ല. അതായത് ശരിക്കും ELCB എന്ന് പറഞ്ഞ സാധനം വോൾട്ടേജ് സെൻസിങ് ആണ്. അതിപ്പോ ഇല്ലെന്നല്ല, അതിന്റെ ഒരു വലിയ വെർഷനൊക്കെ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അതായത് സബ്സ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ELCB എന്ന് പറഞ്ഞ സാധനം കടയിൽ നിന്ന് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ വോൾട്ടേജ് ഓപ്പറേറ്റ് ELCB ഇന്നില്ല. അതിന് പകരം നമ്മൾ വാങ്ങിക്കുന്ന സാധനം RCCB ആണ്. മനസ്സിലായല്ലോ? പക്ഷേ മറ്റേ സാധനം ഇല്ലാത്തത് കൊണ്ട് ELCB എന്ന് പറഞ്ഞ് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ നിയമത്തിൽ പോലും ബുക്കിലെ റൂളിൽ പോലും പലയിടത്തും ആ മിസ്ഇന്റർപ്രേറ്റ് ചെയ്ത് ELCB തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ELCBയും RCCB സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതുപോലെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അത് RCCB അല്ലെങ്കിൽ ELCB രണ്ടും നമ്മളിപ്പോ തൽക്കാലത്തേക്ക് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് ഇത് രണ്ട് സെയിം ആണെന്ന് കരുതുക. അപ്പൊ RCCB അല്ലെങ്കിൽ ELCB പ്ലസ് അതിന്റെ കൂടെ MCB കൂടെ ചേർക്കുമ്പോഴാണ് അതിനെന്ത് പേര് പറയുന്നത്? RCBO. അതായത് O എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, MCB എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പൊ ഓവർലോഡ് പ്രൊട്ടക്ഷനും കൂടെ ലീക്കേജ് കറണ്ട് പ്രൊട്ടക്ഷൻ ഉള്ളതിന്റെ കൂടെ ചേർത്തെടുക്കുമ്പോൾ, അതായത് ELCB പ്ലസ് MCB ചേർക്കുമ്പോഴാണ് അത് RCBO എന്ന് പറഞ്ഞാൽ RCCB പ്ലസ് ELCB ആണ്, RCBO. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റൊക്കെ അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറിച്ചെടുത്തോണം കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഓർത്തെടുക്കാൻ പാടാവും. ക്ലിയർ ആയോ? ഇപ്പൊ ചോദിച്ച ആളിന് ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മൾ ഈ RCCB ELCB പറഞ്ഞില്ലേ, ELCB വോൾട്ടേജ് ബേസിലാണ്, RCCB കറന്റ് ബേസിലാണെന്ന് പറഞ്ഞു. ഈ ELCBക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്, അല്ലെങ്കിൽ വോൾട്ടേജ് സെൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡ്രോബാക്ക് ഉള്ളത് കൊണ്ടാണോ ഈ RCCB കറന്റിലേക്ക് ട്രാൻസ്ഫറിങ് അങ്ങനെ ഒരു ഇത് വന്നത്? അല്ലല്ല, നമ്മുടെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് മാറ്റം വന്നാണ് അതങ്ങനെ വന്നത്. അതിനെപ്പറ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതായത് പണ്ട് അത് ഉപയോഗിച്ചു, നമ്മൾ ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മാറ്റണം. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? അങ്ങനെ നമ്മുടെ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ചോദിക്കുകയാണ് പണ്ട് കാലത്ത് വേറൊരു സംഗതി പോരേന്ന് ചോദിക്കുന്ന അർത്ഥമൊന്നുമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ELCBയെക്കാളും ബെറ്റർ ആണ് കറണ്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള RCCB. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ടെക്നോളജി വന്നത്. മനസ്സിലായല്ലേ? അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതൊരു പഴയ വെർഷൻ, ഇതൊരു പുതിയ വെർഷൻ, അത്രയേ ഉള്ളൂ എന്നും മറുപടി. വേറെ അതിനകത്ത് എനിക്ക് വേറെ മറുപടി ഒന്നുമില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെറ്റിൽ നോക്കാം. നെറ്റിൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സോ ഇപ്പൊ 30 മില്ലി ആംപിയർ എന്നുള്ള, ഇപ്പൊ നമ്മൾ 100 മില്ലി ആംപിയർ 300 മില്ലി ആംപിയർ അതൊക്കെ ഏത് സർക്യൂട്ടുകളിലാണ് സ്പെസിഫൈ നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് ആ പറഞ്ഞത് നമ്മുടെ അതായത് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ, അതായത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഒരു മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ എന്ന് പറഞ്ഞ ഒരു റെഗുലേഷൻ ഉണ്ട്. അതായത് സേഫ്റ്റി സംബന്ധിച്ചുള്ള എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഡയറക്റ്റ് ഹ്യൂമൻ ടച്ച് വരുന്ന സ്ഥലങ്ങളിലെല്ലാം 30 മില്ലി ആംപിയർ ഉള്ളത് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. എക്വിപ്മെന്റ്, അതായത് എക്വിപ്മെന്റ് സർക്യൂട്ട്, ഒരു എക്വിപ്മെന്റ് സപ്പോസ് ഒരു പമ്പ് അല്ലെങ്കിൽ ഒരു പവർ എക്വിപ്മെന്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 100 മില്ലി ആംപിയർ വരണം. 30 മില്ലി ആംപിയർ വരുന്നതെല്ലാം ഫയർ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളത്. മനസ്സിലായില്ല? അത് മൂന്നും പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് 30 മില്ലി ആംപിയർ ഹ്യൂമൻ പ്രൊട്ടക്ഷൻ, 100 മില്ലി ആംപിയർ എക്വിപ്മെന്റ് പ്രൊട്ടക്ഷൻ, 300 മില്ലി ആംപിയർ ഫയർ പ്രൊട്ടക്ഷൻ. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ സർ നമ്മള് ഫയർ പാനലുകളൊക്കെ ചെയ്യുമ്പോ ഈ 300 മില്ലി ആംപിയറിന്റെ ആണ് നമ്മൾ ഇൻകമറിൽ അവിടെ ചെയ്യുന്നത്, അങ്ങനെയാണല്ലേ? അപ്പൊ പവർ സർക്യൂട്ടുകളാണെങ്കിൽ അതില് 100, അതുപോലെ LDBകളാണെങ്കിൽ 30 മില്ലി ആംപിയർ. അല്ലല്ല, അതിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞവരുണ്ട്. നികിത ലീല ഇലക്ട്രിക്കൽസിലാണോ? അതെ അതെ സർ. മനസ്സിലായി. അതായത് നിങ്ങളുടെ സർക്യൂട്ടിലെ നിങ്ങൾ MCCB വെക്കാറില്ലേ, CBCT ELR, അതിന്റെ അകത്ത് നിങ്ങൾ ഇൻകം ഉള്ള 300 MA വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഹലോ, അതായത് നിങ്ങൾ താഴോട്ട് പോകുന്ന നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡിങ്ങിന്റെ ഒരു ഇത് വെച്ചാ പറഞ്ഞത്. മുകളിൽ 300, താഴോട്ട് 100, താഴോട്ട് 30 അങ്ങനെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. ശരി. ചില കേസിൽ നമ്മളിപ്പം പവർ ഡിബികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ 100 മില്ലി ആംപിയറിന് വേണം. അപ്പൊ അങ്ങനെയാണോ എന്ന്? അത് 100 പവർ എക്യുപ്മെന്റ്സിനാണ് 100 വേണ്ടിയത് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ രീതിയിലുള്ള ഇതിനാണ് വരുന്നത് 100 മില്ലി ആംപ്സിന്റെ ഉപയോഗിക്കുന്നത്? പ്രസവ ക്ലിയർ ആയില്ല, ചോദ്യം ക്ലിയർ ആയില്ല. ചൂടെ ഇപ്പൊ പറഞ്ഞതിലേ ഡയറക്റ്റ് ഹ്യൂമൻ ടച്ചിങ് വരാത്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സ്, അതായത് അങ്ങനത്തെ പവർ എക്യുപ്മെന്റ്സിനാണ് 100 മില്ലി ആംപ്സ് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ അതെ, ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ആയിക്കോട്ടെ. പവർ എക്യുപ്മെന്റ്സിലാണ് 100 MA ഉപയോഗിക്കുന്നത്. സാറേ സാർ അല്ല, നമുക്ക് ELCB ഇപ്പൊ ടെസ്റ്റ് ബട്ടൺ അമർത്തിട്ടാണല്ലോ ELCB കാര്യക്ഷമമാണെന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അത് ടെസ്റ്റ് ബട്ടൺ അല്ല ELCB പ്രോപ്പർ വർക്കിംഗ് ആണെന്നുള്ളത്? അത് അതിന്റെ ഉള്ളിലുള്ള ഒരു സെൻസിങ് ഇത് വെച്ചിട്ട് മാത്രമല്ല. ഇപ്പൊ RPR റിവേഴ്സ് പവറിലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ DG വെക്കുകയാണെങ്കിലും അതിന് ടെസ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് മാത്രമാണ് ചിലപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്യാറ്. ഒരിക്കലും ലോഡ് കുറച്ച് നമുക്ക് ആ ജനറേറ്ററിലേക്ക് ഫീഡ്ബാക്കിങ് ചെയ്തിട്ട് റിവേഴ്സ് പവറിലെ വർക്ക് ചെയ്യിക്കാൻ പറ്റാറില്ല. അല്ല, ഇത് കേക്ക്, ഒരു പ്രോഡക്റ്റ് അവര് തന്നിട്ട് അവര് മാനുഫാക്ചറർ ആണ് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യിച്ചാൽ മതി എന്നുള്ളത്. മനസ്സിലായില്ല? അത് നമുക്ക് വിശ്വസിക്കണം. മാനുഫാക്ചർ എന്ത് പറയുന്നത് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ വിശ്വസിക്കണം. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് ബട്ടൺ ഉപയോഗിക്കാതെ ചെയ്യാൻ വഴിയുണ്ടല്ലോ ഷിജു, ഇല്ലേ? എങ്ങനാ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല, ആരാ പറഞ്ഞു? സജീദ് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയൂ. സാർ, അത് എർത്തോട്ട് കോണ്ടാക്ട് ചെയ്യിച്ചാൽ ഫംഗ്ഷൻ ചെയ്യുമെന്ന് അറിയാൻ പറ്റും. ഫേസിന് അടുത്ത് എർത്തുമായിട്ട് ടച്ച് ചെയ്യിക്കും. അല്ല, ELCB ടെർമിനല്ലേ? ന്യൂട്രല് എർത്തുമായിട്ട് ടച്ച് ചെയ്യിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അതെ അതെ. ഷിജു മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ സാറേ, സുജിത്താണേ. പറഞ്ഞു സാറേ. ഈ നമ്മൾ ഈ ലൈറ്റിനിങ് വരുന്ന സമയത്ത് പഴയ കാലത്ത് ഈ ELCB ട്രിപ്പ് ആകുമായിരുന്നു. ഇപ്പൊ ഈ RCCB വെച്ചതിന് ശേഷം ട്രിപ്പ് ആവുന്നില്ല. എല്ലാ വീട്ടുകാരുടെ ഒരു സംശയമാണ് എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നില്ല എന്നുള്ളത്. അല്ലല്ല, അങ്ങനെയല്ല. അല്ല, ഇപ്പൊ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിച്ചേ. ഇടിമിന്നൽ വരുന്ന സമയത്ത് ചില വീട്ടുകളില് ട്രിപ്പ് ആവുമായിരുന്നു നേരത്തെ. ഇപ്പൊ ആണെങ്കിൽ RCCB വെച്ചതിന് ശേഷം മിക്കവാറും അടുത്തൊന്നും ട്രിപ്പ് ആവുന്നില്ല. അതിന്റെ കാരണം വീട്ടുകാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നില്ല എന്നുള്ളത്. അല്ല, സാധാരണ അത്, പക്ഷെ ആ ചോദ്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് സാധാരണ ELCB ട്രിപ്പ് ആകണമെങ്കിൽ അതിന്റെ ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്ക്, ആ കണക്ട് ചെയ്യുന്ന 2 വയറിനിടയ്ക്ക് ഒരു കറണ്ട് വ്യത്യാസം വരണം. സാധാരണ നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം തിരിച്ചാണ് ചോദിക്കുന്നത്. ലൈറ്റ്നിങ് വരുമ്പോൾ ELCB എങ്ങനെ ട്രിപ്പ് ആവും? എപ്പോഴും അങ്ങ് ഫ്രീക്വന്റ് ആയിട്ട് ട്രിപ്പ് ആവും. അങ്ങനെയാണ് സാധാരണ ചോദ്യം വരുന്നത്. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ വലിയ ഹൈ കറണ്ട്, കിലോ ആംപിയർ കറണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇതിനെ അത് അഫക്ട് ചെയ്യും. അതായത് ഫേസിന് ന്യൂട്രലിന് ഇടയ്ക്കുള്ള ആ കറണ്ട് ഒരു വ്യത്യാസം വരാൻ സാധാരണ സാധ്യത അങ്ങനെ ഉണ്ടാകാം. ഊഹിക്കുകയാണ്. കാരണം ട്രിപ്പ് ആകുന്നുണ്ടല്ലോ, ലൈറ്റിനിങ് വരുമ്പോൾ ട്രിപ്പ് ആകുന്നുണ്ട്. അതൊരു ന്യൂസൻസ് ട്രിപ്പിംഗ് ആണ്, നമുക്ക് ആവശ്യമില്ല. ആ ട്രിപ്പിംഗ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ആ ട്രിപ്പിംഗ് നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞത് ആ ന്യൂസൻസ് ട്രിപ്പിംഗ് ഒഴിവാക്കാൻ എന്താ? സർജ് പ്രൊട്ടക്ടർ ഉപയോഗിച്ചിട്ട് SPD വെക്കുക. ശരിയല്ലേ? സർജ് പ്രൊട്ടക്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് കോസ്റ്റ്ലി ആണെന്നുള്ളത് കൊണ്ടായിരിക്കാം വീട്ടുകാർ ഒഴിവാക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു സർക്യൂട്ടിലെ SPD വെക്കാൻ പറഞ്ഞു, സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വെക്കാൻ പറഞ്ഞു. ആ സർക്യൂട്ടിൽ നമുക്ക് ELCB ഉണ്ട്. ആദ്യം ഏതാ വെക്കുന്നത്? നിങ്ങൾ പറയുന്നത് ഞാൻ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ആദ്യം വെക്കണം. ആരെങ്കിലും ഒരാൾ അതിന്റെ റീസണും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇത് ഫേസിലൂടെ വരുന്ന കറണ്ട് എർത്തായി പോകാൻ വേണ്ടി. നമ്മുടെ ടൈം കഴിയും ചിലപ്പോ കേട്ടോ.
അടുത്ത 40 മിനിറ്റിന് ഇത് വരുന്നു. ഈ 40 മിനിറ്റ് കഴിയുകയാണെങ്കിൽ, ഇത് കട്ടായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വരിക. അപ്പോഴത്തേക്കിന് ആ റെക്കോർഡിങ് കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോ പിന്നെ അല്ല, ഈ സർജി പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വെക്കുമ്പോൾ അത് ആദ്യം വെക്കണോ രണ്ടാമത് വെക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞ ഫേസിന് എന്തോ പറ്റുമെന്ന് പറഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞത് ക്ലിയർ ആയില്ല. അല്ല, അറിയത്തില്ല, ഞാൻ പറയാം. അതായത് അത് ശരിക്കും ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്. ഈ ആദ്യം സർജി പ്രൊട്ടക്ഷൻ ഡിവൈസ് SPD വെക്കണം, SPD വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ അത് കേട്ടു. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് എനിക്കത് എങ്ങും റെഫർ ചെയ്തിട്ടൊന്നും കിട്ടിയതൊന്നുമില്ല. ഞാൻ ഊഹിച്ചെടുത്ത അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു റീസൺ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതായത് നിങ്ങൾ ELCBക്ക് മുൻപ് SPD വെക്കുക, അതായത് മീറ്റർ കഴിഞ്ഞിട്ട് SPD വെച്ചു. ആ SPD എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ശരിക്കും 3 ഫേസിന്റെ SPD ആണെങ്കിൽ അതിന് 3 ഫേസ് ഉണ്ട്. ആ 3 ഫേസും കൂടെ ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്തിരിക്കുക. ഏതെങ്കിലും ഒരു ലൈറ്റ്നിങ് ഫ്ലാഷ് വന്നിട്ട് ഈ പിന്നെ SPD-യുടെ ഒരു ഫേസ് പോയി എന്നിരിക്കട്ടെ, ഒരു ഫേസ് പോയെങ്കിൽ നിങ്ങൾ അറിയത്തില്ല. ശരിയല്ലേ? നിങ്ങൾ അറിയത്തില്ല, ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. SPD-യുടെ ഒരു ഫേസ് പോയാൽ എന്താ പറ്റുന്നത്? ആ ഫേസ് വഴി നേരത്തെ നമ്മൾ ആരോ ഒരാൾ പറഞ്ഞ പോലെ ആ ഫേസ് എർത്ത് ചെയ്തിരിക്കുക. ആ ലീക്കേജ് കറണ്ട് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും, നമ്മൾ അറിയത്തില്ല. പക്ഷെ എപ്പോഴും അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം ELCB വെക്കണം. ആദ്യം ELCB വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ELCB വെച്ച് ഉടനെ ട്രിപ്പ് ആവും. മനസ്സിലായോ? ഹലോ, നിങ്ങൾ ആരും തിരിച്ചല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ആദ്യം SPD വെക്കണം എന്നല്ലേ പറഞ്ഞത്? അതല്ലല്ലോ ശരി, ഇതല്ലേ ശരി? ഹലോ, അതായത് ഒരു ELCBയും SPD-യും കൂടെ വരുന്ന സർക്യൂട്ടില് ആദ്യം ELCB വെക്കണം, അത് കഴിഞ്ഞ് SPD വെക്കാവൂ. ക്ലിയർ ആയില്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോഴത്തേക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അഥവാ കട്ടായി പോവാണെങ്കിൽ ഈ ആർക്കെങ്കിലും ഇത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പോവാൻ കേട്ടോ, അവർക്ക് പോവാം. പിന്നെ എന്നിട്ട് ഇതിപ്പോ കട്ടായി പോവാണെങ്കിൽ നിങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചു വരിക. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് കേട്ടോ. അടുത്ത ചോദ്യം ഇതൊക്കെ സാധാരണ, അതായത് ഞാൻ 2-3 ചോദ്യങ്ങൾ ഇട്ടതില്ല. ആദ്യത്തെ 2 വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിട്ടുള്ളത്. അത് സാധാരണ വീട്ടമ്മമാർക്ക് മറുപടി പറയാൻ പറ്റുന്നതായിരുന്നു. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്നും അല്ലത്. അപ്പൊ ഇതില് ഈ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന 3 പിൻ പ്ലഗിന് 3 പിന്നുകളിൽ കട്ടി കൂടിയ പിൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഒരുവിധം എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന് നീളം കൂടുതലാണ്, കനവും കൂടുതലാണ്. ഏറ്റവും മുകളിൽ ഇരിക്കുന്നതിന് കനവും കൂടുതലാണ്, നീളവും കൂടുതലാണ്. അതിങ്ങനെ കുത്തുമ്പോൾ എന്താണ് അതിന്റെ പ്രയോജനം വരുന്നത്? നമ്മൾ സേഫ്റ്റി ക്ലാസ്സിലൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു അയൺ ബോക്സ് എടുത്ത് ഇങ്ങനെ കുത്തുമ്പോൾ ആദ്യം ബന്ധം വരുന്ന ഏതാണ്? ആദ്യം ബന്ധം വരുന്ന എർത്താണ്. അതുകൊണ്ടാണ് അതിന് നീളം കൂടുതൽ. ഇനി അതിന് കനം കൂടിയതുകൊണ്ട് എന്താ പറ്റുന്നത്? അല്ല, കനം കൂടിയതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുക. ഫേസിലേക്ക് ഡയറക്റ്റ് കണക്ട് ആവരുത്. അല്ലല്ല, അങ്ങനെയല്ല. അതല്ല, വേറെ റീസൺ ഉണ്ട്. ആർക്കും കുറവായിരിക്കും. ഹൈ കറണ്ട് പറഞ്ഞതാണ്. അതായത് നിങ്ങളുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അതായത് കനം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അതായത് എർത്തിലേക്കുള്ള ബന്ധം കൂടും, എർത്ത് റെസിസ്റ്റൻസ് കുറയും, എർത്തിലേക്കുള്ള റെസിസ്റ്റൻസ് കുറയും. അതിനാണ് കനം കൂടുതൽ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ കനം കൂടിയ കമ്പി എർത്താണ്, അതിന് നീളം കൂടുതലാണ്, കനം കൂടുതലാണ്. അടുത്ത ചോദ്യം. സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൂടെ ചോദിച്ചോണം കേട്ടോ. അടുത്ത, വീട്ടിൽ പ്രകാശം തരുന്ന ഈ ബൾബിന്റെ വോൾട്ടേജ് എത്രയാണ്? അതായത് സപ്ലൈയുടെ വൈദ്യുതിയുടെ വോൾട്ടേജാണ് ചോദിച്ചത്, അല്ലാതെ ഈ ബൾബിൻ അതിലെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് പറഞ്ഞോട്ടെ. ഈ ചോദ്യത്തിന് ഒരുപാട് ഇലക്ട്രീഷ്യന്മാര്, വയർമാന്മാര് മറുപടി തന്നത് 100 വോൾട്ട് എന്ന്.
അതിന്റെ റീസൺ എന്താണെന്നറിയോ? ആർക്കെങ്കിലും ഒന്ന് പറയാം. നിങ്ങൾ തെറ്റിച്ച് മറുപടി പറഞ്ഞതിന്റെ റീസൺ പറയാം. ആരെങ്കിലും ഒന്ന് പറ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിലുള്ള മിസ്റ്റേക്കാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന അത് തന്നെ. നിങ്ങൾ വോൾട്ടേജ് വാട്ടേജ് എന്നൊക്കെ മാറിയും തിരിഞ്ഞും അങ്ങ് ഉപയോഗിക്കുന്നവരുണ്ട്. അതിന്റെ ഒരുപാട് പേര് ഈ ബൾബിന്റെ വാട്ടേജ് ആണെന്ന് കരുതി 100 വോൾട്ട് എന്ന് എഴുതിയൊരു ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വാട്ടേജ് വേറെയാണ്, വോൾട്ടേജ് വേറെയാണ് കേട്ടോ. അപ്പൊ ഇത് 230 വോൾട്ട് നമ്മുടെ സാധാരണ സിംഗിൾ ഫേസ് ആണ്. അടുത്ത ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇവയിൽ ഏതിൽ തൊട്ടാൽ ആണ് ഷോക്ക് അടിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ന്യൂട്രലിനും എർത്തിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് എത്രയാ വരേണ്ടത്? സാധാരണ നല്ലൊരു കമ്പ്യൂട്ടർ ഒക്കെ കണക്ട് ചെയ്ത സിസ്റ്റത്തില് 123 ആ 2 വോൾട്ടിന് താഴെ 2 വോൾട്ടിന് താഴെ കേട്ടോ. 2 വോൾട്ടിന് താഴെ ന്യൂട്രലിനും എർത്തിനും ഇടയ്ക്ക്. എന്റെ വീട്ടിലൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 0.1 വോൾട്ടേ ഉള്ളൂ. ഞാൻ സ്ട്രക്ചറൽ എർത്തിങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തം എർത്ത് സ്ട്രക്ചറൽ എർത്തിങ് ആണ് ചെയ്തിരിക്കുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. നമ്മുടെ വീട്ടിന്റെ അടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ, ഇതിന്റെ ഇൻകമറിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്? അത് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, തെറ്റിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 ഓപ്ഷൻ അതിൻ്റെ അകത്ത് അടുത്തെടുത്തിട്ടത്. 1100 വോൾട്ടും 11,000. KSEBയിൽ വർക്ക് ചെയ്യുന്നവർ വരെ ആ 3ാമത്തെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അത് തെറ്റിപ്പോയതാണ്, അബദ്ധത്തിൽ പറ്റിയതാണ്. 4ാമത്തതാണ് 11 kV ആണ് ഈ ട്രാൻസ്ഫോമറിന്റെ ഇന്നിലേക്ക് വരുന്നത്. അടുത്തുള്ള സബ്സ്റ്റേഷനാണ് വരുന്നത്. അതിന്റെ സെക്കൻഡറി സൈഡിൽ 4 വയറുണ്ട്. ഇൻകമിംഗ് സൈഡിൽ പ്രൈമറി സൈഡിൽ 3 വയറുണ്ട്. RYB. സെക്കൻഡറി സൈഡിൽ 3 ഫേസ് ന്യൂട്രലും ഉണ്ട്. സെക്കൻഡറി സൈഡിലെ വൈൻഡിങ് സ്റ്റാർ വൈൻഡിങ് ആണ്. അതിന്റെ ആ സ്റ്റാറിന്റെ നടുക്കുള്ള പോയിന്റിനാണ് സ്റ്റാർ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ എടുത്ത് നമ്മൾ എർത്ത് ചെയ്തും അതാണ് ന്യൂട്രൽ. അപ്പൊ 3 ഫേസ് ന്യൂട്രൽ. ആ ന്യൂട്രലിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. എന്തിനാണ് ന്യൂട്രൽ എർത്ത് ചെയ്യുന്നത്? പറയാമോ? ആർക്കെങ്കിലും പെട്ടെന്ന് മറുപടി പറയാമോ? 2 കാരണങ്ങൾ പറയാം. 2 കാരണങ്ങൾ പറയുന്നവര്. ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതിന്റെ 2 ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നമ്മുടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്ന് പറയും. ഇതിന്റെ അകത്ത് അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു. ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതിന് 2 പർപ്പസ് ഉണ്ട്. അതിലെ ആ 2 പർപ്പസ് ഏതൊക്കെയാണ്? ഞാൻ പേര് പറയും. ആരൊക്കെയാണ് ഇതിനകത്തുള്ള? അശ്വതി ആരാ? അശ്വതി എന്ന് പറഞ്ഞ ആരാ? എഞ്ചിനീയറിംഗ് ആളാണോ? ഡെലീന എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കുക. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര് ആരെങ്കിലും ഒരാൾ മറുപടി പറ. ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതിന് 2 പർപ്പസ് ഉണ്ട്. പറഞ്ഞോളൂ അശ്വതി. സീറോ പൊട്ടൻഷ്യൽ കിട്ടാൻ. സീറോ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയാണ് ഒന്ന്. രണ്ടാമത് ഇംബാലൻസിങ് കറന്റ് ഉണ്ടെങ്കിൽ അതെ ബാലൻസിങ് കറന്റ് കറന്റ് എന്നാണ് കൺസെപ്റ്റ്. അല്ല അത് അഡ്രസ് അല്ല ആൻസർ അത്ര ക്ലിയർ ആയില്ല. ഞാൻ പറഞ്ഞുതരാം. ആ പറഞ്ഞത് ഇപ്പൊ അവസാനം ഒരെണ്ണം പറഞ്ഞില്ലേ, അൺബാലൻസിങ് കറണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ ഈ പറഞ്ഞല്ലോ, ഇത് കട്ടായി പോവാണെങ്കിൽ എല്ലാവരും ഒരു അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വരണേ. നമ്മൾ ക്ലാസ് നിർത്തത്തൊന്നുമില്ല. അതായത് ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതിന്റെ പ്രധാനമായിട്ടും 2 പർപ്പസാ. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഇപ്പൊ ഇവർ പറഞ്ഞ മറുപടിയും കൂടെ ഞാൻ പറഞ്ഞോളാം. 2 പർപ്പസ് ആണുള്ളത്. ഒന്ന്, ന്യൂട്രല് ഭൂമിയിലേക്ക് എർത്ത് ചെയ്തിട്ട് ആ എർത്തിനെ, ഭൂമിയെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുക. നമുക്കറിയാമല്ലോ, വലിയ കെട്ടിടത്തിന്റെ മുകളിലെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, അതിനെ എല്ലാം കൊണ്ടുവന്ന് ഭൂമിയിൽ കണക്ട് ചെയ്തിരിക്കുക. ഭൂമി ദേവി ക്ഷമയുള്ളവളാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഭൂമിക്ക് എത്ര വലിയ കറണ്ട് വന്നാലും ഭൂമിയിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. അതുകൊണ്ട് നമ്മൾ ഭൂമിയെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുക. ക്ലിയർ ആയിട്ട് കേൾക്കണേ. ഇത് ഭൂമിയെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുക. അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഈ അടുത്ത ഒരു വർഷത്തിനകത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാള് മൂന്നാറ് വെച്ചിട്ട് സാധനങ്ങൾ ഒരു വലിയ ലോറിയിൽ നിന്ന്
സാധനങ്ങളൊക്കെ ഇറക്കി ആ സമയത്ത് മുകളിൽ എവിടെ ലൈൻ തട്ടിയിരുന്നു, അയാൾ പുറത്തിറങ്ങിയപ്പോൾ ഷോക്ക് അടിച്ച് മരിച്ചു. അപ്പൊ ആ ഒരു എക്സാമ്പിൾ തന്നെ ഞാനിവിടെ പറയുന്നത്. ലൈൻ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. അപ്പൊ ഈ കാറിന്റെ അകത്ത് ഇരിക്കുമ്പോഴ് അത് പ്രശ്നമില്ല. പക്ഷെ കാറിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് കാറിലെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് വരുന്നത്. മനസ്സിലായോ? കാറിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് കാല് കുത്താൻ പോകുന്നത്. എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഒരേ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കാറിൽ എത്രയാ? 11 kV ആണ്. മറ്റേ ഭാഗം ഭൂമിയിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. മനസ്സിലായില്ലേ? കാറിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോഴ് ആ ഒരു സംഭവം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണം. ഒരു കാറിലിരുന്നുകൊണ്ട് കാല് സാധാരണ ഇറങ്ങുന്ന പോലെ കാലെടുത്ത് ഭൂമിയിലോട്ട് വെച്ചാൽ അന്നേരം നമ്മൾ ഷോക്ക് അടിച്ചു മരിക്കും. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്നിട്ട് ബോഡി മൊത്തമായിട്ട് ഒരുമിച്ച് വിട്ട് ചാടണം. പുറത്തോട്ട് ഒരുമിച്ച് വിട്ട് ചാടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇത് കാണാമല്ലോ എല്ലാവർക്കും. അല്ല, ഈ പറയുന്നത് ഈ സ്ക്രീനൊക്കെ കാണാമോ ഇപ്പൊ? കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുമിച്ച് ചാടണം. എന്തോ ഇപ്പൊ ചോദ്യം ചോദിച്ചെന്താണ്? അങ്ങനെ ചാടുമ്പോ ഡിസ്ചാർജ് ഉണ്ടാവുന്നു ബോഡിയിലല്ലോ ചെറുതായിട്ട്. അതായത് നമ്മളിപ്പോ ചില ഫാന് കപ്പാസിറ്റർ ഓഫ് ചെയ്ത് ഉപയോഗിക്കുമ്പോ ഒരു വായുവിൽ ഒരു ഡിസ്ചാർജ് ഉണ്ടാകത്തില്ലേ? അതേപോലെ ഈ അല്ല, ആ നിമിഷം അത് ഒരു നിമിഷ നേരം കൊണ്ട് ഉണ്ടാകുന്നതല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ 11 kVക്ക് പകരം വലിയ വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഇതൊന്നും അല്ല സംഭവിക്കുന്നത്. അത് ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. സംഭവിച്ച ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ ഇത് കഴിഞ്ഞു വന്ന കുറച്ച് പേരുണ്ട്. അത് കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തോളാം. അതായത് കാറിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോഴ് സാധാരണ നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങരുത്. സാധാരണ നമ്മൾ ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു കാല് വണ്ടിയിലും ഒരു കാല് താഴെയും വെക്കും. അങ്ങനെ വെച്ചാൽ ഷോക്ക് അടിക്കും. അപ്പൊ അത് ഒരിക്കലും അത് സേഫ് അല്ല. കാരണം ഭൂമിയിൽ 0 വോൾട്ടേജും കാറിലെ 11 kV അല്ലെങ്കിൽ അവിടെ ഏത് ലൈൻ തട്ടിയിരിക്കുന്നു അതാണ് കാറിന്റെ വോൾട്ടേജ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കാറിൽ എഴുന്നേറ്റ് നിൽക്കുക. കാറിന്റെ സൈഡിലോട്ട് ചേർന്ന് ഭൂമിയിലെങ്ങും തൊടാതെ എഴുന്നേറ്റ് നിന്ന് ബോഡി മൊത്തം പുറത്തോട്ട് ഒരുമിച്ച് ചാടുക. ഒരിക്കലും ഒരേ സമയത്ത് ശരീരത്തിന്റെ ഒരു ഭാഗം കാറിലും ഒരു ഭാഗം ഭൂമിയിലും തൊടരുത്. കംപ്ലീറ്റ് ഒരുമിച്ച് വിടുക. അങ്ങനെയാണെങ്കിൽ അത് സേഫാണ്. ഇനി നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞതായിട്ട് ആലോചിക്കുക. 11 kV ലൈനാണ് പൊട്ടിക്കിടക്കുന്നത്. മനസ്സിലായോ? 11 kV ലൈൻ പൊട്ടി ഭൂമിയിലൂടെ കിടന്ന് നമ്മുടെ കാറിന്റെ മുകളിലൂടെ കിടക്കുകയാണ്. ആ പൊട്ടിക്കിടക്കുന്നത് ഭൂമിയിൽ ടച്ച് ചെയ്ത് കിടക്കുക. 11 kV ലൈൻ പൊട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ 11 kV കണ്ടക്ടറിന്റെ ആ ഭൂമിയോട് ചേർന്ന് അടുത്തുള്ള ഭാഗത്തൊക്കെ വോൾട്ടേജ് കാണും. മനസ്സിലായോ പറഞ്ഞത്? 11 kVയുടെ ആ പൊട്ടിക്കിടക്കുന്ന ആ കണ്ടക്ടറിന്റെ സമീപ ഭാഗത്തൊക്കെ ആ വോൾട്ടേജിന്റെ പ്രസരിപ്പ് കാണും. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലുകൾ അകത്തി വെച്ച് നടന്നാൽ, മനസ്സിലായി പറഞ്ഞേ, കാലുകൾ അകത്തി വെച്ച് നടന്നാൽ ആ കാല് കുത്തുന്ന 2 ഭാഗത്തും 2 വോൾട്ടേജ് വരാം. അപ്പൊ നിങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കാല് ചേർത്ത് വെച്ച് ചാടി നടക്കണം. ചാടി നടന്ന് ദൂരെ ചെന്നിട്ട് കാലുകൾ അകത്തി വെച്ച് നടക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? കാല് അകത്തി വെച്ച് നടന്നാൽ 2 കാലിന് ഇടയ്ക്കും 2 വോൾട്ടേജ് വന്നു. 2 കാലിന് ഇടയ്ക്ക് ഒരേ വോൾട്ടേജ് ആണെങ്കിൽ കുഴപ്പമില്ല. 2 വോൾട്ടേജ് വന്നാൽ ഷോക്ക് അടിക്കും. ആ കാലിന്റെ ഇടയ്ക്ക് 2 വോൾട്ടേജ് വരുന്നതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചത് സബ്സ്റ്റേഷനുകളിൽ ഏത് എർത്തിങ് ആണ് ഉപയോഗിക്കുന്നത്? സബ്സ്റ്റേഷനുകളിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറും അല്ലെങ്കിൽ വലിയ ഇതെല്ലാം തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് കറണ്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഷോർട്ടായാൽ ഏറ്റവും കൂടുതൽ ഫോൾട്ട് കറണ്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സബ്സ്റ്റേഷൻ. സബ്സ്റ്റേഷന്റെ പരിസരത്ത് കൂടി നടന്നാൽ പോലും ഷോക്ക് അടിക്കുന്ന സാഹചര്യം ഉണ്ടാകും.
അപ്പൊ അതായത് രണ്ട് കാലിന്റെ ഇടയ്ക്ക് രണ്ട് വോൾട്ടേജ് വരുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മാറ്റിന്റെ പുറത്തുകൂടിയാണ് നമ്മൾ നടക്കുന്നത്. അതായത് അടിക്ക് മാറ്റാണ് ഇരിക്കുന്നത്. ആ മാറ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ആ സർഫസ് മൊത്തം ഒരേ വോൾട്ടേജിൽ കൊണ്ട് നിർത്തും. രണ്ട് കാല് രണ്ടടുത്ത് ചവിട്ടിയാലും ആ ചവിട്ടുന്ന രണ്ട് ഭാഗം എല്ലാം സീറോ പൊട്ടൻഷ്യൽ ആയി അല്ലെങ്കിൽ ഒരേ വോൾട്ടേജിലായി. അതുകൊണ്ടാണ് ഫാൾട്ട് ലെവൽ കൂടുതലായതുകൊണ്ടും സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാറ്റ് എർത്തിങ് ഉപയോഗിക്കുന്നത്. ഇനി സംശയമുണ്ടെങ്കിൽ ചോദിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഈ നമ്മുടെ പുതിയ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായത്, നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ കേരളത്തില് നമ്മുടെ വയറിംഗ് ജോലികൾ ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. അത് കൃത്യമായിട്ട് നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻ ഉണ്ട്, CEA മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് റെഗുലേഷൻ 29 എഴുതിയിട്ടുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നതിന് ലൈസൻസ് വേണം. ലൈസൻസ് ഉള്ളവർക്കേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമാണ്, ഡിപ്പാർട്ട്മെന്റാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്, ഈ നടുക്കുള്ളത്. അത് കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടി വെറുതെ KSEBL എഴുതിയെന്നേ ഉള്ളൂ. KSEBL എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് KCLB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്. മൂന്നാമത്തത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, KCRC. അപ്പൊ അത് രണ്ടാമത്തതാണ് ഉത്തരം. അടുത്തത് ഞാൻ ഇത് അങ്ങ് തീർത്തിട്ട് ഉടങ്ങി നിങ്ങൾ ചോദിച്ചോളൂ. എർത്തിങ്ങിന്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് രണ്ടാമത്തതാണ് IS 3043/2018. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, ഇന്നലെ ആ KSCBയുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവർക്കും ചിലർ ഇതിൽ കാണും. അപ്പൊ ഇതിലെ ഈ പറയുന്ന ISകളെല്ലാം നിങ്ങൾക്ക് BISന്റെ സൈറ്റിൽ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സൈറ്റില് ഫ്രീ ആയിട്ട് കിട്ടും. പണ്ടൊക്കെ ഇതിന് വലിയ വിലയായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള IS ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സെർച്ച് ചെയ്തെടുത്താൽ മതി. ആ IS നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൽ എഴുതിയിരിക്കുന്ന ഈ ISകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന IS 62305/2010, ഈ IS എന്ന് പറഞ്ഞാല് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ IS ആണ്. ശരിക്കും ഇത് ഇങ്ങനെ അല്ല എഴുതുന്നത്, IS/IEC എന്നാണ്. IS/IEC എന്നാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇതുണ്ടല്ലേ, ഈ ISന്റെ തൊട്ട് മുമ്പില് IEC എന്നും കൂടെ കാണും, ഇങ്ങനെയും കൂടെ കാണും. അതായത് ശരിക്കും ഇത് പിന്നെ IEC ആണ് ശരിക്കും ഇത്. അത് എടുത്ത് നമ്മൾ ISന് വേണ്ടി കോപ്പി ചെയ്തതാണ്. അങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അല്ലാതെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിന്റെ BISന്റെ സൈറ്റിൽ നിന്ന് കിട്ടും. ഇല്ല, ഇതെല്ലാം ഫ്രീ ആണ്. ഏതാ പറഞ്ഞേ? ലേറ്റസ്റ്റ് ഇപ്പൊ 3043/19 എല്ലാം ഫ്രീയാ. അതിന് നല്ല ഫ്രീയാ, പൈസ കൊടുക്കണം. ഫ്രീയാ. നിങ്ങൾക്ക് അത് കയറുമ്പോ ഇതേ ഉള്ളൂ, നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യാറില്ല. നിങ്ങളുടെ പേര് വെച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേരെഴുതിയത് എത്തുള്ളൂ. മനസ്സിലായി? അതിനകത്ത് നിങ്ങളുടെ പേരെഴുതിയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഷെയറബിൾ അല്ല. നിങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്തുകൂടെന്ന്, അതായത് പിന്നെ ഒരു സ്റ്റഡി പർപ്പസിന് കൊടുക്കാം, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് കൊടുത്തുകൂടാ. നിങ്ങളെ എടുത്തിട്ട് കച്ചവടം നടത്താൻ പറ്റില്ലെന്ന് അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് എടുക്കാം. എല്ലാ ISും കിട്ടും. പക്ഷെ നിങ്ങളുടെ ഇന്ത്യൻ മെയ്ഡ് ആണെങ്കിലേ കിട്ടത്തുള്ളൂ. IEC എന്ന് വന്നതിന്റെ കിട്ടത്തില്ല. അത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ. അടുത്ത സോളാർ സർക്യൂട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് എല്ലാവർക്കും അറിയാം. അത് ഇൻവെർട്ടർ ഉണ്ടെങ്കിലേ നമുക്ക് AC കിട്ടത്തുള്ളൂ. DCI സോളാറിൽ നിന്ന് ഉണ്ടാക്കുന്ന സപ്ലൈ നമ്മൾ AC ആക്കി മാറ്റാനായിട്ട് ഇൻവെർട്ടർ വേണം. അടുത്ത താഴെ പറയുന്ന വൈദ്യുതിയുമായിട്ട് ബന്ധമില്ലാത്തത്, അത് ഈ പറഞ്ഞ പോലെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ABC എന്ന് പറഞ്ഞാൽ ABC ഏരിയൽ ബണ്ടിൽഡ് കണ്ടക്ടർ. ഇപ്പൊ നമ്മള് ഈ OH ലൈനിലൊക്കെ നമ്മൾ സാധാരണ കണ്ടക്ടറിന് പകരം വേറെ ABC കണ്ടക്ടർ ഉപയോഗിക്കുന്നത്. അതാണ് ABC എന്ന് പറയുന്നത്. ACB എല്ലാവർക്കും അറിയാം, എയർ സർക്യൂട്ട് ബ്രേക്കർ.
AMF, AFM. AMF എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മെയിൻ ഫെയിലിയർ, ജനറേറ്റർ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് AFM. അടുത്ത ഇത് വലിയൊരു ചോദ്യമായിരുന്നു, ഒരുപാട് പേര് തെറ്റിച്ച ഒരു സംഗതിയായിരുന്നു. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് കാണാമോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. കാണാം കാണാം കാണാം. ഈ സംഗതി നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാം. ഓക്കെ. ഇത് റീഡബിൾ ആണോ എല്ലാവർക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂം ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് നോക്കൂ. അതായത് ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റുന്നു. ഇതിന് ഞാൻ ചോദിച്ചത്, ഇതിന്റെ അകത്ത് ഇത് ബ്രേക്കർ ആണോ ഐസൊലേറ്റർ ആണോ RCCB ആണോ എന്നാ ചോദിച്ചത്. RCCB എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. RCCB എന്താണ്? റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അതല്ലെങ്കിൽ അതിന്റെ പേരാണ് ELCB. അതാണോ? അല്ല. അത് നേരത്തെ ഞാൻ ഒരു പടം കാണിച്ചത്. അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് ബട്ടൺ കാണും, പിന്നെ അതിൻ്റെ അകത്ത് 30 മില്ലി ആംപിയർ എന്ന് കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ബ്രേക്കറും ഉണ്ട്, ഐസൊലേറ്റർ ഉണ്ട്. RCCB അല്ലെന്നുള്ളത് ഉറപ്പാണ്. ബ്രേക്കറിന്റെ ഉപയോഗം എന്താണ്, RCCBയുടെ ഉപയോഗം എന്താണ്? ഈ പടത്തെ ഡൗൺലോഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാൻ കഴിയും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും സാറേ, കാണാമല്ലോ അല്ലെ? അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കി. അതിൻ്റെ അകത്ത് C10 എഴുതിയിട്ടുണ്ട്. C10 എഴുതിയിട്ടുണ്ട്. പിന്നെ വലത്ത് സൈഡിൽ ഒരു സ്വിച്ചിന്റെ ഒരു അടയാളമുണ്ട്. ഇങ്ങനെ ഒരു സ്വിച്ച് പോലെ വരച്ചിട്ട് അതിന്റെ മുകളില് ഒരു ക്രോസ് പോലെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു പടം എടുക്കണം. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഒന്ന്, ആ നോബിന്റെ കളറ് നോക്കുക. നോബിന്റെ കളറ് ചുമന്ന കളറാണ്, ചുവന്ന കളറ്. പിന്നെ അതിന്റെ അകത്ത് C10 എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സ്വിച്ചിന്റെ അടയാളമുണ്ട്. ആ സ്വിച്ചിന്റെ അടയാളത്തിന്റെ അകത്ത് മുകളില് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മുകളില് ഒരു ക്രോസ് കാണാം. ക്രോസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ക്രോസിന്റെ അർത്ഥം. പിന്നെ അതുപോലെ C10 എന്ന് പറഞ്ഞാല് C കർവ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, MCB ഏത് ടൈപ്പാണ് ലൈറ്റിംഗ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു B ആണെന്ന് ഉത്തരവ് പറഞ്ഞു. അതായത് MCB ഒരുപാട് ടൈപ്പ് ഉണ്ട്. B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, K ഉണ്ട്, Z ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് C10 പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി അതെന്താണ്. C10 പറഞ്ഞാൽ 10 ആംപിയർ കറണ്ട് ഉള്ള C കർവുള്ള MCB ആണ്. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. പിന്നെ ആ സർക്യൂട്ട് ബ്രേക്കറിന്റെ പ്രത്യേകത എന്താ? കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവും. അപ്പോ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ട്രിപ്പ് ആകുന്ന സാധനത്തിന് നമ്മൾ ബ്രേക്കർ എന്ന് പറയും. അപ്പൊ C10 എന്ന് പറഞ്ഞാൽ അത് MCBയുടെ അടയാളമാണ്. അതുകൂടാതെ ഈ വലത്ത് സൈഡിലുള്ള സ്വിച്ചിന്റെ അടയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ ഒരു ക്രോസും ഉണ്ട്. ആ ക്രോസിന്റെ അർത്ഥം ഇതിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന. ഈ രണ്ട് അടയാളം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ മൂന്നാമത്തെ അടയാളമാണ് ഈ നോബിന്റെ നിറം. നോബിന്റെ നിറം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത GRET എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണിത്. അവരുടെ പ്രോഡക്റ്റിന്റെ അകത്ത് ഈ നോബിന്റെ കളർ ചുവപ്പാണ്. സാധാരണ ചുവപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ഐസൊലേറ്ററാണ്. ഐസൊലേറ്റർ എന്താണ്, ബ്രേക്കർ എന്താണ്? അത് പുതിയ എഞ്ചിനീയറിംഗിനെ കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ഐസൊലേറ്റിംഗ്. അത് കറണ്ട് കൂടിയാൽ ഒരു സ്വിച്ച് എങ്ങനെയാ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച്, ഒരു ബൾബ് കത്തിക്കുന്ന സ്വിച്ച് എങ്ങനെയാണ്? കറണ്ട് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു 5 ആംപിയർ സ്വിച്ചിന്റെ അകത്തോട് 25 ആംപിയർ നടത്തി വിട്ടാൽ അത് കത്തിപ്പോവും. അതാണ് സ്വിച്ച്. അതേപോലുള്ള സാധനമാണ് ഐസൊലേറ്റർ. ഐസൊലേറ്റർ 10 ആംപിയറിന്റെ അകത്തോടെ ഒരു 25-30 ആംപിയർ നടത്തി വിട്ടാൽ അത് കത്തിപ്പോവും. പക്ഷെ ബ്രേക്കർ ആണെങ്കിലോ അത് കത്തത്തില്ല, അത് ട്രിപ്പാവും. 10 ആംപിയറിന് പകരം ഇത്ര ഒരു 25 ആംപിയർ 30 ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കർ ആണെങ്കിൽ അത് ബ്രേക്ക് ആവും. ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ അത് ട്രിപ്പ് ആവത്തില്ല. അതിന്റെ പർപ്പസ് വേറെയാണ്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെച്ച് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു മോട്ടോർ പമ്പ് ഉണ്ടെന്നിരിക്കും, ഒരുപാട് ദൂരെയാണ്. ആ ഇരിക്കുന്ന മോട്ടോർ പമ്പില് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മെയിൻ്റെനൻസ് നടത്തണം. നിങ്ങൾക്ക് അതിരിക്കുന്ന മോട്ടറിൽ ഒരു മെയിൻ്റെനൻസ് നടത്തണം. മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ ആരുടെ മൈക്കാണോ? അപ്പൊ അവിടെ നിങ്ങൾക്കൊരു മെയിൻ്റെനൻസ് നടത്തണം. ഒരുപാട് ദൂരെ ഇരിക്കുന്ന ഒരു മോട്ടറിൽ നിങ്ങൾക്കൊരു മെയിൻ്റെനൻസ് നടത്തണം. അപ്പൊ നിങ്ങൾക്കത് ഓഫ് ചെയ്യാനുള്ള ഒരു
സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ ഓഫ് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല, ആരെങ്കിലും ചെന്ന് ഓണാക്കിയാലോ. അതുകൊണ്ട് നമുക്ക് നിയമമുണ്ട്, എല്ലാ എക്യുപ്മെന്റ്സിന്റെയും 3 മീറ്റർ ദൂരത്തിനകത്ത് ഇതുപോലൊരു സാധനം വെക്കണം, ഐസൊലേറ്റർ വെക്കണം. ബ്രേക്കർ അല്ല ഞാൻ പറഞ്ഞ ഐസൊലേറ്റർ. അപ്പൊ ഐസൊലേറ്ററിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ഐസൊലേഷൻ. അതായത് അവിടെ ഒരു മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നെങ്കിൽ അത് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഐസൊലേറ്റർ വേണം. ആ ഐസൊലേറ്റർ സാധാരണ ഇവിടെ ചുമന്ന കളറായിരിക്കും വരുന്നത്. ചുമന്ന കളറിൽ മിക്കവാറും വരുന്നതല്ല ഐസൊലേറ്റർ. പക്ഷെ ഇതിന്റെ അകത്ത് ഈ കാണിച്ചിരിക്കുന്നത് ഐസൊലേറ്റർ അല്ല. ഐസൊലേറ്റർ ആണെങ്കിൽ C10 എന്ന് പറഞ്ഞെടുത്ത്, C10ന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, C കർവ് 10 ആമ്പിയർ, ആ സ്ഥാനത്ത് 10A എന്ന് കാണും. മനസ്സിലായോ? ഇത് ഐസൊലേറ്റർ ആയിരുന്നെങ്കിൽ ആ C10 എന്ന് പറഞ്ഞെടുത്ത് 10A എന്നും കാണും. വലത്ത് സൈഡിൽ ഈ ക്രോസ്, സ്വിച്ചിന്റെ അടുത്ത് ഒരു ക്രോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ക്രോസും കാണത്തില്ല. അപ്പൊ ഒരു ഐസൊലേറ്ററും ബ്രേക്കറും തമ്മിൽ 3 കാര്യങ്ങളിലാണ് വ്യത്യാസം വരുന്നത്. ഒന്ന്, ബ്രേക്കർ ആണെങ്കിൽ അതിനകത്ത് C കർവ്, B കർവ്, D കർവ് അങ്ങനെ കാണിക്കും. പിന്നെ അല്ലെങ്കിൽ ആ സ്വിച്ചിന്റെ അകത്ത് മുകളിൽ ക്രോസ് കാണും. പിന്നെ ആ നോബിന്റെ കളർ വെച്ച് മിക്കവാറും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നോബ് സാധാരണ കറുത്ത കളറായിരിക്കും. ചുമന്ന കളർ മിക്കവാറും വരുന്നതെല്ലാം ഐസൊലേറ്റർ ആണ്. പക്ഷെ ഇത് ഐസൊലേറ്റർ അല്ല. കാരണം അവിടെ C10 മറ്റേ സിമ്പലും ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊരു MCB ആണെന്നുള്ളത് വ്യക്തമാണ്. ഇതൊരു ബ്രേക്കറാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞതിൽ 3 കാര്യങ്ങൾ മനസ്സിലാക്കും. ഒന്ന്, നോബിന്റെ കളറ്. 2, അതിന്റെ ആംബിയർ റേറ്റിംഗ് എഴുതുന്നത്. പിന്നെ സ്വിച്ചിന്റെ അടയാളം പറഞ്ഞിരിക്കുന്നത്. ഇത് 3 വെച്ചാണ് നമ്മൾ സാധാരണ ബ്രേക്കറിനെ ഐസൊലേറ്ററിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്തത് നമ്മൾ ഈ സെക്ഷനോട് കൂടി തീർക്കും കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞിട്ട് തീർക്കേ. ക്ലാസ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും തീർക്കും. ഈ കേരളത്തിൽ സിംഗിൾ ബേസ് സപ്ലൈയുടെ ലിമിറ്റ് അത് 5 കിലോവാട്ടാ, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ ലൈസൻസ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അതായത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻസ്, അതായത് മെഷേഴ്സ് റിലേറ്റഡ് ടു സേഫ്റ്റി റെഗുലേഷൻ ഏറ്റവും ലാസ്റ്റിലുള്ളത്. അതാണ് അതിന് ഉത്തരം. അതായത് അതിൻ്റെ അകത്ത് റെഗുലേഷൻ 29 പറയുന്നുണ്ട് ലൈസൻസ് ഉള്ളവർ മാത്രമേ വർക്ക് ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഒരു വയർമാൻ വർക്ക് ചെയ്യാൻ പറ്റും? വയർമാൻ ലൈസൻസ് ഉള്ള ആളാണ്. ഒരു വയർമാന് ഒരു വീട്ടിലെ വയറിംഗ് എടുത്ത് വർക്ക് ചെയ്യാമോ? ആരെങ്കിലും ഒരു മറുപടി പറഞ്ഞു? ഇല്ല. കാരണം വയർമാന് വർക്ക് ചെയ്യാം, പക്ഷെ ഒരു കോൺട്രാക്ടർക്ക് മാത്രമേ വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കോൺട്രാക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ വയർമാൻ എന്ന് പറയുന്നത്. ആ വയർമാന് വർക്ക് ചെയ്യാം, പക്ഷെ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ. അപ്പൊ ഒരു വർക്ക് സാധാരണ വരുന്നതെന്ന് ഒരു വയർമാൻ കാണും. ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് വയർമാന്, ഒന്ന് സൂപ്പർവൈസർ, ഒന്ന് കോൺട്രാക്ടർ. അപ്പൊ സാധാരണ വയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു IT അല്ലെങ്കിൽ ഒരു കോഴ്സും അപ്രന്റീഷിപ്പ് ഒക്കെ കഴിഞ്ഞ ഒരു ആൾക്കാർക്ക് കൊടുക്കുന്ന ലൈസൻസ് ആണ് വയർമാൻ ലൈസൻസ്. ആ വയർമാൻ ലൈസൻസ് എടുത്തിട്ട് വേറൊരാൾക്ക് ലൈസൻസ് എടുക്കണം, കോൺട്രാക്ട് ലൈസൻസ് എടുക്കണം. ആ കോൺട്രാക്ട് ലൈസൻസ് എടുക്കണമെങ്കിൽ അവരുടെ കൂടെ ഒരു സൂപ്പർവൈസർ വേണം, മിനിമം ഒരു 2 വയർമാന്മാരും വേണം. അതിന്റെ കൂടെ ഈ ലൈസൻസ് എടുത്ത വയർമാൻ വേണമെങ്കിൽ ചേർന്നിട്ട് അവരുടെ കൂടെ കോൺട്രാക്ട് ലൈസൻസ് എടുക്കാനായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഈ വയർമാൻ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ആയാല്, അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ്, അതിനൊക്കെ കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ ഇത്ര എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് C ക്ലാസ് ലൈസൻസ് നേരിട്ടെടുക്കാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞൊരു ലൈസൻസ് എടുക്കുന്നതിന് നിങ്ങൾക്ക് വയർമാനും അവർക്ക് സൂപ്പർവൈസറും വേണം. C ക്ലാസ് ലൈസൻസ് അങ്ങനെയല്ല. വയർമാൻ ലൈസൻസ് എടുത്ത ആള് മൂത്ത ആകുന്നതാണ് C ക്ലാസ് ലൈസൻസ്. അപ്പൊ C ക്ലാസ് ലൈസൻസ് ഉള്ള ആള് all in one ആണ്. വയർമാനുമാണ്, സൂപ്പർവൈസറുമാണ്, കോൺട്രാക്ടറുമാണ്, ഒറ്റ ഒരാൾ. മനസ്സിലായല്ലോ? ഈ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്. ഇതിന് എഴുതിയിരിക്കുന്ന നിയമമാണ് ഈ പറഞ്ഞ CA സേഫ്റ്റി റെഗുലേഷൻസ്. ഇനി നിങ്ങളുടെ സംശയങ്ങൾ വന്നോളൂ, ഡിസ്കസ് ചെയ്യാം. അൽഫോൺസ്, ക്ലിയർ ആയില്ല, സൗണ്ട് വന്നില്ല. അൽഫോൺസ് സാറേ, ഈ എർത്തിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ നമ്മള്. ഇനി ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എർത്ത്, അത് ഡെഡിക്കേറ്റഡ് എർത്ത് ആയിരിക്കണം. അതിനെ കുറിച്ച് സാറ് വലിയൊരു വിഷയമാണത്. അത് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
അത് ശരിക്കും ഇതുപോലുള്ള വയർമാൻമാർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാകുന്ന വിഷയമല്ല, വലിയൊരു സബ്ജക്റ്റാണത്. അത് ഞാൻ എന്നാലും ഇത്രയും ലളിതമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് പിന്നൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ പറഞ്ഞപ്പോൾ അൽഫോൺസ് പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല. അതായത് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ വലിയ കറണ്ട് വരുന്നതാണ്, കിലോ ആംപിയർ കറണ്ട് വരുന്നതാണ്. നമ്മുടെ വീട്ടിലെ വയറിങ്ങിന്റെ എർത്തിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ കറണ്ട് വരുന്ന സ്ഥലങ്ങളാണ്. ആ എർത്തും മറ്റേ എർത്തും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുണ്ടോ? അതാണ് അൽഫോൺസ് ചോദിച്ചത്. അത് പക്ഷെ ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇക്വ പൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന്, അതായത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ എർത്ത് ഉണ്ടെങ്കിൽ അതും ഈ പവർ സിസ്റ്റത്തിനുള്ള എർത്തും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന് നമ്മുടെ എല്ലാ നിയമങ്ങളിലും ഉണ്ട്. എർത്ത് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എർത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പവർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് വരുന്ന എർത്ത് ഫോൾട്ട് എന്തെങ്കിലും വന്നാൽ കുറച്ച് ആംബിയർ കൂടിപ്പോയ 20 KA അല്ലെങ്കിൽ 50 KA എന്നൊക്കെ വരുത്തുള്ളൂ. പക്ഷേ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കിലോ ആംബിയറുകളാണ് അതിൽ വരുന്നത്. 100 അത്രയും വലിയ റേറ്റിലുള്ള കറണ്ടാണ് ലൈറ്റ്നിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ. ആ ലൈറ്റ്നിങ്ങിന്റെ എർത്ത് പിറ്റും പവർ സിസ്റ്റത്തിന്റെ എർത്ത് പിറ്റും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആ ലൈറ്റ്നിങ്ങിന്റെ വരുന്ന ഫാൾട്ടും കൂടെ താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി മറ്റേതുണ്ടായിരിക്കണം. ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണം. പിന്നെ ലൈറ്റ്നിങ്ങിൽ നിന്ന് വരുന്ന കറണ്ട് നിങ്ങളുടെ വീട്ടിന്റെ അകത്തല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള സിസ്റ്റത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ അവിടെ അതിനുള്ള കുറച്ച് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്നൊക്കെ പറയും, SPD എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ വയറിങ് പക്കയാക്കി വെക്കണം. അപ്പോൾ എപ്പോഴും പവർ സിസ്റ്റത്തിന്റെ എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷന്റെ എർത്തിങ്ങും തമ്മിൽ ലിങ്ക് ചെയ്യണം എന്ന് തന്നെയാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും പല സംഗതികളും അതുപോലെ വരുന്ന കേസിൽ പലരും അത് ലിങ്ക് ചെയ്യാറില്ല. ഞാൻ നിയമത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത് ലിങ്ക് ചെയ്യണം. നിയമത്തിൽ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം, ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് വലിയൊരു വിഷയമാണ്, അത് സെപ്പറേറ്റ് പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ചോദിച്ചാൽ ഞാൻ പറയാറില്ല, അത് വലിയൊരു വിഷയമാണ്. എനിവേ അത് തമ്മിൽ ലിങ്ക് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? അതെ, ലൈറ്റ്നിങ്ങിന്റെ അതും പവർ സിസ്റ്റം തമ്മിൽ ലിങ്ക് ചെയ്യണം ഉറപ്പായിട്ടും. ചില സ്ഥലത്തെ അൽഫോൺസ്, അത് ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ എർത്ത് നമ്മളെ ഈ നോർമൽ ഇക്വിപ്മെന്റുകൾ എർത്ത് ചെയ്യുന്ന എർത്തും തമ്മിൽ ടച്ച് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഡെഡിക്കേറ്റഡ് എർത്ത് എന്ന് പറയുന്നത്, ആണോ? ഡെഡിക്കേറ്റഡ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് ഫീഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ വാക്കിന് ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ആ കറണ്ട് ഒരിക്കലും മറ്റേതിലേക്ക് പോകരുത്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റഡ് എന്നുള്ള മീനിങ്ങാണ്. പക്ഷെ പണ്ട് നമ്മൾ ഇത് തമ്മിൽ ലിങ്ക് ചെയ്യരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അൽബർട്ട്സ് പറഞ്ഞത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് 4 എർത്ത് പിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ലിങ്ക്ഡ് വിത്ത് പവർ സിസ്റ്റം എർത്ത് പിറ്റ്സ്. പണ്ടത്തെ നിയമം അങ്ങനെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ടെക്നോളജി മാറുന്നതനുസരിച്ച് ഇത് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ വരുന്നതനുസരിച്ച് ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന് നിയമത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തിയാടി അത് തമ്മിൽ ലിങ്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആ ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പവർ സിസ്റ്റത്തിലും അത് സംബന്ധിച്ചുള്ള പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, SPD എന്നൊക്കെ പറയുന്ന പോലെ സംവിധാനങ്ങൾ അവിടെ വെക്കണം. വെറുതെ കൊണ്ട് ഇത് ലിങ്ക് ചെയ്യരുത്. ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ എക്യുപ്മെന്റ്സ് ഒക്കെ അടിച്ചു പോകും. മനസ്സിലായില്ലേ? ഡെഡിക്കേറ്റഡ് എർത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെ, അൽഫോൺസ് പറഞ്ഞത് തന്നെ. ഡെഡിക്കേറ്റഡ് മീൻസ് അതിനു വേണ്ടി മാത്രമുള്ളത്. പറഞ്ഞു അല്ല, നമ്മളിപ്പോഴേ ലൈറ്റ്നിങ് ഇപ്പൊ വീടുകളിലൊക്കെ നല്ല വീടുകളിലൊക്കെ 5 ബ്ലേഡ് ലൈറ്റിംഗ് അറസ്റ്റർ ഒക്കെ വെക്കുമല്ലോ, മൊത്തത്തിൽ വീടിനും പ്രൊട്ടക്ഷൻ ആയിട്ട്. അപ്പൊ അത് നമുക്ക് എത്ര ഇപ്പൊ അത് ആ വീട്ടിൽ തന്നെ നമ്മൾ വേറൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോളാർ പാനലിന്റെ ഇപ്പൊ സെപ്പറേറ്റ് ലൈറ്റ്നിങ് ഒന്നും അതിനേക്കാൾ തൊട്ട് മേലായിട്ട് വെക്കുമല്ലോ. അത് വെക്കുന്നതിൽ ശരിക്കും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ അത് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്? അല്ല, ഉയരം കൂടുന്നതിനനുസരിച്ച് നിയമത്തിൽ പറഞ്ഞേക്കുന്നത് ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണമെന്നാണ് ശരി. അല്ല, അതും ഇത് നമ്മൾ ഹൈറ്റ് വ്യത്യാസം ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണമെന്നാണ്. പക്ഷെ നിങ്ങൾ പവർ സിസ്റ്റത്തിന്റെ എർത്തിങ് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ചെയ്തേക്കുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രക്ചറൽ എർത്തിങ് ആണ്. എന്റേത് ലൈറ്റ്നിങ്ങും മറ്റേത് തമ്മിൽ ലിങ്ക്ഡ് ആണ്. ഒറ്റ എർത്തിങ്ങേ ഉള്ളൂ എനിക്ക്. അതാണ് നിയമത്തിൽ പറഞ്ഞേക്കുന്നത്. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇപ്പൊ വീട്ടിലെ ലൈറ്റിംഗ് അറസ്റ്റർ ഏറ്റവും ടോപ്പിലായിരിക്കും, ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റിലായിരിക്കുമല്ലോ.
നല്ല രീതിയിൽ. പക്ഷെ ഇപ്പൊ നമ്മള് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിലായിരിക്കും അതിന്റെ ലൈറ്റിംഗ് അറസ്റ്റർ വരുന്നുണ്ടാവുക. ഇപ്പൊ അതിന്റെ അത്ര ഹൈറ്റിൽ പോകുന്നുണ്ടാവില്ല. ക്ലിയർ ആയില്ല. അല്ല, നമ്മള് വീടുകളിൽ വെക്കുമ്പോഴേ ഹെവി വീടുകളിൽ ലൈറ്റിംഗ് അറസ്റ്റർ, നല്ല വലിയ ലൈറ്റിംഗ് അറസ്റ്റർ ഏറ്റവും ടോപ്പില് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ആ വീട്ടിൽ തന്നെ ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പൊ സോളാർ പാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈറ്റിംഗ് പ്രൊവൈഡ് എന്ന് പറയാറുണ്ട്. സോളാർ പാനലിന് വേണ്ടി ഒരു സോളാർ ലൈറ്റിംഗ് അറസ്റ്റർ. അപ്പൊ അത് 3-4 വെക്കുമ്പോ ചെറിയ ലൈറ്റിംഗ് അറസ്റ്റർ വെക്കാം. 1.2 മീറ്ററിന്റെ 1000 മൈക്രോൺസിന്റെ ഉള്ള ഒരു ചെറിയ ലൈറ്റിംഗ് റോഡുകളെ വെക്കാം. അപ്പൊ അത് വെക്കുന്നതില് അവിടെ ഒരു യൂസേജ് ഉണ്ടോ, അല്ലെങ്കിൽ ചിലര് പറഞ്ഞു വെക്കണ്ട, കാരണം വേറെ ഭാഗത്തൂടെ വരുന്ന ലൈറ്റിംഗ് കൂടി ഇതുമ്മ പിടിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മറ്റേ എർത്ത് ബിറ്റ് ഉണ്ടല്ലോ, അതിന് മെയിൻ ആയിട്ടുള്ള ലൈറ്റിംഗ് അറസ്റ്റർ പറഞ്ഞില്ലേ, അതിന്റെ അതിന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന്റെ ഏരിയ കവർ ചെയ്യുന്ന ഏരിയ ഇല്ലേ, ആ ഏരിയക്കകത്ത് ഇതുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ. ഇനി ആ ഏരിയക്കകത്ത് തന്നെയാണ് നിങ്ങളൊരു ലൈറ്റിംഗ് കണ്ടക്ടിങ്ങിനെ വെക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ റോളിംഗ് സ്പിയർ മെത്തേഡ് എന്ന് കേട്ടില്ലേ? റോളിംഗ് സ്പിയർ മെത്തേഡ്, വലിയൊരു റോള്, ഒരു സ്പിയർ ഇങ്ങനെ കറക്കുന്ന ഒരു മെത്തേഡ് അറിഞ്ഞൂടെ? അങ്ങനെ നിങ്ങൾ കറക്കുമ്പോഴേ ആ നിങ്ങൾ പറഞ്ഞ വലിയ ലൈറ്റിംഗ് പ്രൊട്ടക്ഷന്റെ ഏരിയ കവേർഡായിട്ട് നിങ്ങളുടെ സോളാർ പാനലുകൾ മൊത്തം വന്നു എങ്കിൽ കുഴപ്പമില്ല. അതിന്റെ ആ ആംഗിൾ ഇല്ലേ, ആ ആംഗിൾ വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അത് മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് സോളാറിന്റെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വേണമെന്നേ പറഞ്ഞോളൂ. മറ്റവരുടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ പെർമിഷൻ. അല്ല, എനിക്ക് ഡൗട്ട് ആയിട്ട് ക്ലിയർ ആവാൻ വേണ്ടി ചോദിച്ചായിരുന്നു. വേറെ നമ്മള് നേരത്തെ ചർച്ച ചെയ്യാതെ വിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മളെ ഇത് കഴിഞ്ഞ് ഇത് കട്ടാവുമ്പോൾ നിർത്തും കേട്ടോ. എന്നിട്ട് ഇതിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ളത് മെസ്സേജ് ഞാൻ വീഡിയോ ആക്കിയിട്ട് 3 പാർട്ടായിട്ട് വരും. അതെല്ലാം കൂടെ 3 കൂടെ ഒന്നാക്കിയിട്ട് ഞാൻ പിന്നെ പബ്ലിഷ് ചെയ്യാം, നിങ്ങൾക്ക് തരാം. വേറെ എന്താ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കൂടെ അറിവുണ്ടായിക്കോട്ടെ. ഇപ്പോ എന്റെ വീട്ടിലെ അടുത്ത്, അതായത് സാധാരണ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ 1 മീറ്ററുള്ള ഒരു GI പൈപ്പ് അടിച്ചു ചെയ്തു. അതാണ് സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്നത്. സപ്പോസ് ഞാൻ എന്റെ വീട്ടിൽ ഒരു പ്ലേറ്റ് എർത്തൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ സർക്യൂട്ടിലുള്ള എല്ലാ ഈ അൺബാലൻസ് വോൾട്ടേജ് വരുമ്പോഴത്തേക്കും ഇതിൽ കൂടി എന്റെ വീട്ടിലേക്ക് കൂടുതലായിട്ട് കയറി വരില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ പ്ലേറ്റ് എർത്ത് വെക്കുമ്പോ നമ്മുടെ ഭൂമിയുമായിട്ട് അത്രയും കൂടുതൽ കോണ്ടാക്ട് വന്നു എന്നല്ലേ ഉള്ളൂ. വേറെ എവിടുന്ന അവിടെ വോൾട്ടേജ്? ഞാനതല്ല എന്റെ വീട്ടില് ഞാൻ വിചാരിക്കുകയാണ് നല്ല അടുത്തായിരുന്നോട്ടെ, ഇത്തിരി ഉപ്പും കരിയൊക്കെ ഇട്ട് നന്നായിട്ട് എർത്ത് ചെയ്യണം. സാധാരണ എല്ലാവരും പൈപ്പ് അടിച്ചതായിരുന്നുള്ളൂ. ഞാൻ ഇത്തിരി സ്ട്രോങ് ആയിട്ട് എന്റെ വീട്ടിൽ എർത്ത് ചെയ്താൽ അത് വല്ല ഡിഫക്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ? ഒരു പ്രോബ്ലം വരുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഭൂമിയോട് നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയി. അതുകൊണ്ടൊന്ന് അടുത്ത വീട്ടിലെ സപ്ലൈ നിങ്ങൾക്ക് വരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഫോൾട്ട് ഇല്ല. നിങ്ങൾ എർത്തുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ആയി. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആയി. അങ്ങനെയേ ഉള്ളൂ. നിങ്ങൾക്ക് പൈപ്പ് എർത്തിങ് മിനിമം റിക്വയർമെന്റ് ആണ്. പൈപ്പ് എർത്തിങ് നിങ്ങൾക്ക് പ്ലേറ്റ് എർത്തിങ്ങോ റോഡ് എർത്തിങ്ങോ വേറെ എന്ത് വേണമെങ്കിലും ആ ഏരിയയിൽ ഉണ്ടാവുന്ന ഹെവി കറണ്ട് എന്റെ സർക്യൂട്ടിൽ കൂടെ കയറിൽ തന്നെ വെക്കുന്നത് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഒരിക്കലും വരില്ല. ഒരിക്കലും വരില്ല. ഇല്ല അങ്ങനെ ഒരിക്കലും വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം മൊത്തം ഫെയിലായില്ലേ? നിങ്ങൾ പ്രോപ്പർ എർത്തിങ് ചെയ്ത ആളിനെ ഇത് ബാധിക്കുമെങ്കിൽ നമ്മുടെ സിസ്റ്റം മൊത്തം ഫെയിലായി. നമുക്കിനി 10 മിനിറ്റും കൂടെ ഉള്ള. ഇത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യത്തില്ലല്ലോ. സംശയമുള്ളവര് പെട്ടെന്ന് ചോദിച്ചോളൂ. ഇത് കഴിഞ്ഞ് സംശയമുള്ളവര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്താലും മതി. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് അവരിപ്പോ എഴുതി കാണിച്ചു. അടുത്ത ആൾക്കാർ പ്രശോഭാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ സാർ. ലൈറ്റിംഗ് അറസ്റ്ററിന്റെ ഒരു കേസ്, ലൈറ്റിംഗ് അറസ്റ്ററിന്റെ അർത്ഥം പവർ സിസ്റ്റത്തിന്റെ അർത്ഥം നമ്മൾ ഇന്റർലിങ്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിരുന്നല്ലോ. ഇന്റർലിങ്ക് നമ്മൾ പിന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിലെ SPD കൊടുത്തിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോ ഇൻസ്പെക്ടറേറ്റ് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു.
അല്ലാതെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് ഫെയിലിയർ വരും? പ്രശോഭെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ LPS ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാല് എക്സ്റ്റേണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും ഇന്റേണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ കൂടെ ചേർന്നുള്ളതിനാണ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉള്ളിലുള്ള മെറ്റലുകൾ, നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് SPD വഴി കണക്ട് ചെയ്യാനുള്ളത്, അങ്ങനെ ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങിൽ നിർത്തണം. അപ്പൊ ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡൗൺ കണ്ടക്ടർ വരും, മുകളിൽ എയർ ടെർമിനൽ വരും, അവിടെ മാറ്റ് ഇതായിട്ടുണ്ടെങ്കിൽ അത് വരും. അതെല്ലാം കൂടെ ചേർന്ന് എക്സ്റ്റേണൽ ഇന്റേണൽ കൂടെ ചേർന്നതിനെയാണ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പുറത്ത് മാത്രം ചെയ്ത് താഴെ കൊണ്ടുവന്ന് നിങ്ങളുടെ പവർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. മനസ്സിലായോ? ആ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വലിയൊരു ക്ലാസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ എന്താ? ഞങ്ങളെ കൂടി ഒന്ന് അല്ലല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം. കാരണം മറ്റവരുടെ ലെവലിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ തന്നെ ആദ്യം ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, അടുത്ത സാറേ വീട്ടിൽ ഉപയോഗിക്കണ ഈ SPD പല ടൈപ്പ് ഉണ്ടല്ലോ, T1, T2, T3. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടത് T1+T2 എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഓരോന്ന് ഫംഗ്ഷൻ ഉണ്ടല്ലോ. T1 എന്ന് പറയുന്നത് ഇൻകമർ, T2 എക്വിപ്മെന്റ്, അങ്ങനെയാണല്ലോ ശരിക്കും സാറേ. അപ്പൊ നമ്മൾ ഡൊമസ്റ്റിക്കിൽ നമ്മൾ ഇൻകമറിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? അതായത് മെയിൻ ആയിട്ട് രണ്ടെണ്ണോ നമ്മൾ പറയുന്നത്, ടൈപ്പ് 1 ടൈപ്പ് 2. അവിനാശ് നമ്മുടെ പാലക്കാട് ഏരിയ അല്ലേ? അതെ, പാലക്കാട്. ടൈപ്പ് 1 ആണ് ഏറ്റവും കൂടുതൽ കറണ്ട്, അതായത് ഫ്ലാഷ് വരാൻ സാധ്യതയുള്ളിടത്ത് ഉപയോഗിക്കേണ്ടത് ടൈപ്പ് 1 ആണ്. നിങ്ങളുടെ ഇൻകമിങ് സൈഡിൽ ആദ്യം ഉപയോഗിക്കുന്നത് ടൈപ്പ് 1 ആണ്. ഡൗൺ സ്ട്രീമിൽ വല്ലതും മാത്രമേ ടൈപ്പ് 2 ഉപയോഗിക്കാം. നമ്മുടെ ISL പറയുന്നുണ്ട് കേട്ടോ. ടൈപ്പ് 1 ആണ് ഇൻകമിങ് സൈഡിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടൈപ്പ് T1+T2 ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഒരു ഡൗട്ട് വന്നത്. അതെനിക്ക് വിശദമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. സാധാരണ ടൈപ്പ് 1 റേറ്റും കൂടുതലാണ് സാറേ. റേറ്റും കൂടുതലാണ്. T1+T2 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് T1-നേക്കാൾ റേറ്റ് കുറവാണ് T1+T2. അല്ല, T1 ആണ് വില കൂടുതൽ സെൻസിറ്റീവ് ആണത് T1 ആണ്. T1 ആയിരിക്കും വില കൂടുതൽ. അപ്പൊ T1+T2 എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനും ചെയ്യണതല്ലേ? നടക്കുമായിരിക്കും, അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. സാറേ പക്ഷെ വലിയ ഏരിയാസിൽ വരുമ്പോഴേ അത് ശരിക്കും ഏരിയ വൈസ് ആ ലൈറ്റ്നിങ് അറസ്റ്റർ അല്ല, എനിക്ക് അങ്ങനെ പറഞ്ഞതാണ്. ആ ഏരിയ വൈസ് നമ്മൾ ശരിക്കും അത് മെഷർ ചെയ്യണം. അവിടെ എത്രത്തോളം ലൈറ്റ്നിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്, എത്രത്തോളം കറണ്ട്. അതല്ലേ റിസ്ക് അനാലിസിസ് ഉണ്ട് അതിനകത്ത്. റിസ്ക് നമ്മൾ സ്റ്റഡി ചെയ്യണം. അവിടെ ലൈറ്റ്നിങ് ഒരു വർഷം എത്ര ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണം. 4 ലെവലുണ്ട്: ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. അതിൽ ഏത് ടൈപ്പ് ഉപയോഗിക്കണമെന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അത് നിങ്ങളുടെ ഷിജുവിന്റെ സൈറ്റിലൊന്നും ഇതിനൊന്നും ആവശ്യം വരില്ല. വലിയ വലിയ കെട്ടിടങ്ങളിൽ അതിന് ആവശ്യം വരുന്നു. സോളാർ അല്ലേ കൂടുതൽ ചെയ്യുന്നത്. സാർ പിന്നെ ഒരു കാര്യം, നേരത്തെ ഒരു ELCBയിലെ ട്രിപ്പിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിന്റെ സർക്യൂട്ട്? നന്നായിട്ട് നമ്മുടെ എക്യുപ്മെന്റിൽ തന്നെ സൈഡില് കാണാൻ പറ്റും. അതായത് ഷോർട്ട് ചെയ്താണ് ആ ട്രിപ്പ് ചെയ്യുമ്പോഴുള്ള ഒരു ടെമ്പററി ഷോർട്ടിങ് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അവിടെ നടക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഒരു ചോദിച്ചതെന്ന് പറഞ്ഞാൽ അത് പുഷ് ചെയ്ത് ട്രിപ്പ് അതിനെ നമുക്ക് വിശ്വസിക്കാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അതിനെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പുറമേ ചെയ്ത് കൊടുക്ക്, ന്യൂട്രൽ എർത്തും കൂടെ ടച്ച് ചെയ്യിച്ച് കൊടുക്ക്, വിശ്വസിക്കാമല്ലോ. ഷോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഷോർട്ട് ചെയ്യുമ്പോ ആ ഈ CC പോലത്തെ അതിന്റെ ഈ സൈഡില് സെക്കൻഡ് സൈഡിൽ അത് ഷോർട്ട് ആക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ ഹെവി കറണ്ട് വരും, അപ്പൊ തന്നെ ട്രിപ്പ് ആകും. ഫേസ് ടച്ച് ചെയ്യിക്കാനല്ല പറഞ്ഞേ, ന്യൂട്രലും എർത്തും കൂടെ. ന്യൂട്രൽ എർത്തും കൂടെ ഉടനെ ട്രിപ്പ് ആവും. അതാണ് പറഞ്ഞത്. വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ സമയം തീരാറായി. പിന്നെ ഒരു കാര്യം കൂടി, MCCBയില് മറ്റേ സിമ്പിളിന്റെ കാര്യം പറഞ്ഞില്ല. അത് ഈ റെക്ടാങ്കിൾ ഷേപ്പും ഒരു ഹമ്പ് ഷേപ്പും ഉണ്ട്. ഹലോ, അത് ഓരോന്ന് ഒരു ആ റെക്ടാങ്കുലർ ഷേപ്പ് തെർമൽ പ്രൊട്ടക്ഷൻ ഓവർലോഡിനാണെന്ന് തോന്നുന്നു. പിന്നെ ഹമ്പ് ഷേപ്പ് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ ആണെന്ന് തോന്നുന്നു. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. അതുണ്ട്, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ക്രോസ് ആയിട്ട്. അല്ല സാറാ സിമ്പിൾ കാണിച്ചില്ലേ റൈറ്റ് സൈഡില്?
റെഡ് കളർ. അതെ അതെ അതിൽ ആ സിമ്പിൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ MCB ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. അല്ല MCB എന്ന് പറഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ആ ക്രോസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എനിക്ക് മനസ്സിലായി. ഇങ്ങനൊരു വളഞ്ഞൊരു ഇതല്ലേ പറയുന്നത്, അത് വെച്ചറിയാൻ പറ്റും. ചെറിയൊരു MCBക്ക് സാധാരണ ഇത് കൊടുക്കാറില്ല, പിന്നെ ചോപ്പ് കളർ കൊടുക്കാറില്ല. അത് ഐസൊലേറ്റേഴ്സിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ സാർ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ C10 എന്ന് പറയുന്നുണ്ട്, സിമ്പിൾ പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണ്, MCBക്ക് കറക്റ്റ് ആണ്. പക്ഷെ ഐസൊലേറ്റേഴ്സിന് ചോപ്പ് ആണ് കൊടുക്കാറ്, MCBക്ക് കൊടുക്കാറില്ല ചോപ്പ്. പ്രശോഭ അങ്ങനെ നമ്മളത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകരുത്. എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാനൊരു സൈറ്റിൽ ചെന്നിട്ട് ഇത് ആദ്യം ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴും ആദ്യം എനിക്ക് അബദ്ധം പറ്റിയതാ. റെഡ് കളറായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് മാറ്റിയിട്ട് MCB ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആകെ വളഞ്ഞുപോയി. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മളത് മനസ്സിൽ വെച്ചിരുന്നാ മതി, അല്ലാതെ ബാക്കി കാര്യങ്ങളൂടെ ഉണ്ടല്ലോ. ആ ചോദ്യം തെറ്റാൻ അതാ കാരണം സാറേ. അതിന് MCB ഐസൊലേറ്റർ എന്ന് പറയാം. റെഡ് കളറിലാണ് MCB ഐസൊലേറ്റർ, MCB ടൈപ്പ് ഐസൊലേറ്റർ. അല്ലല്ലല്ല, അങ്ങനെ MCB ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റാ, ആ വാക്ക് കറക്റ്റാ. ഐസൊലേറ്റർ ഞാൻ MCB എന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ബ്രേക്കർ ആണോ ഐസൊലേറ്റർ ആണോ എന്നാ ചോദിച്ചത്. അതിനകത്ത് ബ്രേക്കറാണ്. സാറേ ഒരു ഈ MCB ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഐസൊലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവോ? അതിനാണ് ഐസൊലേഷൻ ഉള്ളത്. അതായത് MCBയുടെ ഫംഗ്ഷനും ഉണ്ടാവും, ഐസൊലേറ്ററിന്റെ ഫംഗ്ഷനും രണ്ടും. MCB എന്ന് പറഞ്ഞ ബ്രേക്കറും ഉണ്ട് ഐസൊലേറ്ററും ഉണ്ട്. ഞാൻ അതുകൊണ്ട് ആ ചോദ്യത്തിനകത്ത് MCB ബ്രേക്കർ എന്ന് MCB ഐസൊലേറ്റർ ഒന്നും പറയാത്തത് അതുകൊണ്ടാണ്. ഈ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ MCB ഉണ്ട്, അത് MCB ടൈപ്പ് ഐസൊലേറ്റർ ആണ് കേട്ടോ. അതായത് ഐസൊലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടോ അതിന്? അത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇല്ല, ട്രിപ്പാകത്തില്ല, കത്തിപ്പോത്തേ ഉള്ളൂ. ഐസൊലേഷൻ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അതിന്. ഐസൊലേഷൻ പ്രോപ്പർട്ടി അതിന് പിന്നെ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഐസൊലേഷൻ മാത്രമേ ഉള്ളൂ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇല്ല. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം സാറേ, ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഹലോ, MCBയുടെ മോഡൽ സിമ്പിൾ ഉണ്ട്. ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ട് ഒരു ചെറിയൊരു S പോലെ ഇട്ടിട്ടുണ്ടാവും. അതേസമയം ഐസൊലേറ്ററിന് അങ്ങനത്തെ ഒരു സിമ്പിൾ ഉണ്ടാവില്ല, വെറുതെ ഒരു സ്വിച്ചിന്റെ സിമ്പിൾ ഉണ്ടാവുള്ളൂ. അതാണ് ഐസൊലേറ്റർ. പിന്നെ റെഡ് ബാൻഡ് ഉള്ളത് പ്യൂർലി ഐസൊലേറ്റർ ആയിരിക്കും, മറ്റത് ഗ്രേയോ ബ്ലാക്കോ ഒക്കെ വരും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഐസൊലേറ്റർ തന്നെയല്ലോ, വേറെ ഒന്നല്ലല്ലോ. വേറെ ഐസൊലേറ്റർ മാത്രമേ ഉള്ളൂ. റെഡ് ബാൻഡ് കണ്ടാൽ പ്യൂർ ഐസൊലേറ്റർ. അതിന്റെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് വെറുതെ ഒരു സ്വിച്ചിന്റെ ഇതേ ഉള്ളൂ. MCB എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലെ സിമ്പിളില് ഒരു ലൈൻ വന്നിട്ട് ഒരു S പോലത്തെ ഒരു ഇതും അങ്ങനെ ഒരു സിമ്പിൾ കാണും. ദാറ്റ് മീൻസ് അത് ഓവറോഡ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. പിന്നെ അൽഫോൺസേ, ആ C ഏത് ക്ലാസ് ആണെന്നുള്ള CD അല്ലെങ്കിൽ ഐസൊലേറ്റർ ആണെങ്കിൽ 40A എന്നൊക്കെ എഴുതത്തുള്ളൂ, 40A. ഇത്രയും പേര് നമ്മുടെ കൂടെ സഹകരിച്ച് ഇത്രയും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിച്ചതിൽ വലിയ എല്ലാവർക്കും സന്തോഷമുണ്ട്. സാർ ഇതുമാതിരിയുള്ള ക്ലാസ് ഫ്യൂച്ചറിലും പ്ലാൻ ചെയ്യണേ. തീർച്ചയായിട്ടും.